നമ്മൾ ഇന്ന് സെയിൽസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് മ്യൂട്ടോൾ കൊടുക്കുകയാണ്. മനസ്സിലായി? യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. നമുക്ക് സെയിൽസുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് നമ്മളുടെ ടൈമാണ്. റൈറ്റ്? ടൈം ഈസ് മണി ഫോർ അസ്. നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും വളരെ വളരെ വില പിടിച്ചതാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മളുടെ സമയം പാഴാകാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു നിമിഷം പോലും ഒരു സെയിൽസുകാരന്റെ സമയം പാഴാകാതെ എങ്ങനെ നമുക്ക് സെയിൽസിൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചില ആളുകളുണ്ട്, ഈ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം ഈ അങ്ങ് കസ്റ്റമറുടെ പുറകിന് ഓടുന്നു, അതുപോലെ ട്രാവൽ ചെയ്യുന്നു, അതുപോലെ കസ്റ്റമറെ കുറിച്ച് നമ്മൾ അവരുടെ അടുത്ത് പോയി പ്രസന്റേഷൻ എടുക്കുന്നു. ഇതൊക്കെ സെയിൽസ് ആക്ടിവിറ്റി ആണ് എന്നാണ് വിചാരം. സത്യത്തിൽ സെയിൽസുകാരൻ എന്ന് പറയുന്നത്, സെയിൽസ് ആക്ടിവിറ്റി എന്ന് ശരിക്കും പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമാണ്. സെയിൽസ് കറക്റ്റ് പ്രോസ്പെക്റ്റിന്റെ അടുത്ത് കറക്റ്റ് ടൈമിൽ പ്രസന്റേഷൻ എടുക്കുന്നതിന്റെ പേരാണ് സെയിൽസ്. യഥാർത്ഥ പ്രോസ്പെക്റ്റിന്റെ അടുത്ത്, അതായത് ആവശ്യക്കാരന്റെ അടുത്ത് പ്രസന്റേഷൻ എടുക്കുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് വഴി കൂടെ പോകുന്ന ആരെ വേണമെങ്കിലും പിടിച്ചിരുത്തി പ്രസന്റേഷൻ എടുക്കാം, റിസൾട്ട് ഉണ്ടാവില്ല. ആൻഡ് ഇഫ് യു വാണ്ട് റിസൾട്ട്, യു ഹാവ് ടു പ്രസന്റ് ഇറ്റ് ടു ദ റൈറ്റ് പേഴ്സൺ. കറക്റ്റ് ആളിന്റെ അടുത്ത് വേണം നമ്മളുടെ പ്രസന്റേഷൻ എടുക്കാൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയ്യർ പേഴ്സോണ. നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളിന്റെ പേഴ്സണാലിറ്റി, അതെങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ അളക്കാം, അത് കണ്ടുപിടിക്കുന്നതിന്റെ രീതികളും അത് കണ്ടുപിടിക്കുന്നതിന്റെ ആവശ്യകതകളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബയ്യർ പേഴ്സോണ ഓഫ് അവർ ഐഡിയൽ കസ്റ്റമർ. ജോർജ് സാറേ, നമ്മൾക്ക് ഈ കാണുന്ന, നമുക്കൊരു 100 കസ്റ്റമർ ഉണ്ടെന്നിരിക്കട്ടെ. ഈ 100 പേരും ശരിക്കും നമ്മളുടെ ഐഡിയൽ കസ്റ്റമർ അല്ല. അതിൻ്റെ അകത്ത് ചില കാറ്റഗറീസ് വരുന്നുണ്ട്. ആ കാറ്റഗറീസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവരെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം, അവരിൽ നിന്ന് അവർക്ക് എങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആർക്കാണ് അതിനേക്കാൾ പ്രയോറിറ്റി കുറച്ച് കൊടുക്കേണ്ടത്, ലീസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, ആരെയാണ് ഒരിക്കലും നമ്മൾ ബോദർ ചെയ്യാൻ പാടില്ലാത്തത്. അതാണ് ബയ്യർ പേഴ്സോണയിൽ കൂടി നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോക്കാം. ഇവിടെ ചിന്തിക്കേണ്ടത് ഈസ് അബൌട്ട് യുവർ കസ്റ്റമർ. ജോർജ് സാറിന്റെ കസ്റ്റമറെ കുറിച്ചും, ബബ്ലു സാറിന്റെ കസ്റ്റമറെ കുറിച്ചും, സെബാസ്റ്റ്യൻ സാറും ശുഭമും നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ചിട്ട് വേണം ഇപ്പോ മുതൽ അങ്ങോട്ട് ചിന്തിച്ചു തുടങ്ങാൻ. റൈറ്റ്? നമ്മൾ അവരുടെ ബയ്യർ പേഴ്സോണ, അവരുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആ പേഴ്സോണ എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കൊരു 4 സ്റ്റെപ്പിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബയ്യർ പേഴ്സോണയിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കണം. ഇവിടെയാണ് ഒരു സെയിൽസ് മെത്തേഡിന്റെ അകത്ത്, ഒരു ബിസിനസിന്റെ അകത്ത് CRM-ന്റെ ആവശ്യം വരുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിന്റെ ആവശ്യം വരുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കയ്യും കണക്കും കാണില്ല. നമുക്ക് എത്ര കസ്റ്റമർ ഉണ്ടെന്നോ ആരൊക്കെയാണ് നമ്മളുടെ കസ്റ്റമർ എന്നോ യാതൊരു പിടിയും കാണില്ല. അതുള്ളവർക്ക് കുറച്ചുകൂടി ഈസിയാണ്, അതില്ലാത്തവർ
ഇന്ന് തൊട്ട് മസ്റ്റായിട്ട് യു ഷുഡ് ക്രിയേറ്റ് എ സിസ്റ്റം ടു ലിസ്റ്റ് ഓൾ യുവർ കസ്റ്റമർ ഡേറ്റ. നമ്മളുടെ കസ്റ്റമറുടെ ഡേറ്റ എൻട്രി ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ഇന്ന് മുതൽ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ബയ്യർ പേഴ്സോണയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. അതിൻ്റെ അകത്ത് ആദ്യം വേണ്ടത് നമ്മുടെ CRM എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുകയാണ്. ആ ലിസ്റ്റ് നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊത്തത്തിൽ എടുക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ലിസ്റ്റിന്റെ അകത്ത് ആരൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്ന ലിസ്റ്റ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുത്തു? നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ മുഴുവൻ ലിസ്റ്റ് എടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ മുഴുവൻ ലിസ്റ്റിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു കാറ്റഗറി ഉണ്ടാക്കാൻ പോവാണ്. ആ കാറ്റഗറി എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ കൂട്ടത്തിൽ ആരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. വളരെ ഈസിയായി. ഈ ലിസ്റ്റ് ഉള്ളവരെ സംബന്ധിച്ച്, അല്ലെ CRM ഉള്ളവരെ സംബന്ധിച്ച് 2 ക്ലിക്കിൽ കിട്ടുന്ന സാധനമേ ഉള്ളത്. അതില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും കസ്റ്റമർ ലിസ്റ്റ് ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും ഈ ലിസ്റ്റ് വെക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വഭാവം മസ്റ്റായിട്ട് ഇന്നോട്ട് നമ്മളുടെ സെയിൽസിൽ ഉണ്ടാവണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബയ്യർ പേഴ്സോണയിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ്, ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റിന്റെ അകത്തുള്ള റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു. ഈ ആദ്യത്തെ ലിസ്റ്റിൽ നിന്ന് അടുത്ത ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളോട് ലോയൽ ആയിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സ്, വളരെ അടുത്ത് നിൽക്കുന്ന കസ്റ്റമേഴ്സ്. റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുന്നു എന്നതിന്റെ അർത്ഥം അവർക്ക് നമ്മളോട് ഒരു ലോയൽറ്റി ഉണ്ടാകണമെന്നില്ല. ഇവിടെ മൂന്നാമത്തെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മളോട് ലോയൽ ആയിട്ടുള്ള കസ്റ്റമർ. ആദ്യം അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു. അതിൽ 2 കാറ്റഗറി ഉണ്ടാക്കി. ഒന്നെന്താ? റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. 2 ലോയൽ ആയിട്ട് ഉള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. മനസ്സിലായോ? ഈ 3 ലിസ്റ്റും ഉണ്ടല്ലോ കയ്യിൽ, അല്ലേ? ഒന്നിരുന്നാൽ നമുക്ക് എടുക്കാവുന്ന കാര്യവും. നമുക്ക് ലെറ്റ്സ് സേ മുഴുവൻ കസ്റ്റമറെയും വേണ്ട, അങ്ങോട്ട് മാറ്റി നിർത്താം. നമുക്കൊരു 10 കസ്റ്റമറെ റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യാം, ഒരു പ്രാക്ടിക്കൽ സെൻസിൽ. ഓക്കെ, ഒന്ന് നമ്മൾ റാൻഡംലി ഒരു 10 കസ്റ്റമറെ എടുത്താൽ ഇതിൽ 1 ടൈം കസ്റ്റമർ ഉണ്ടായിരിക്കും, റിപ്പീറ്റഡ് കസ്റ്റമർ ഉണ്ടായിരിക്കും, ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് മാറ്റുന്നു. ക്ലിയർ ആണോ? എൻ്റെ ലിസ്റ്റ് എടുത്തു, അതിനെ 2 കാറ്റഗറി ആയിട്ട് മാറ്റി. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 3 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് കസ്റ്റമർ ലിസ്റ്റ്, 2 റിപ്പീറ്റഡ് കസ്റ്റമർ ലിസ്റ്റ്, 3 ലോയൽ കസ്റ്റമേഴ്സ് ലിസ്റ്റ്. ഈ ഓരോ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും we can find a pattern. നമ്മളുടെ മുഴുവൻ കസ്റ്റമേഴ്സും പാലിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, ചില ക്രൈറ്റീരിയസ് ഉണ്ടാവും. നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സിന്റെ മറ്റൊരു പാറ്റേൺ ഉണ്ടാവും, നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സിന്റെ മറ്റൊരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേണിന് പറയുന്ന പേരാണ് ബയ്യർ പേഴ്സോണ. Business is all about finding the pattern and repeating the pattern. എന്താണ് സെയിൽസ്? എന്താണ് ബിസിനസ്? എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു, അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു, ലോയൽ കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുന്നു. 3 തരം കസ്റ്റമർ ആണ്. ഒന്ന് ഒരു തവണ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു, 2 വീണ്ടും വീണ്ടും വന്ന് മേടിക്കുക, 3 നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ലോയൽ കസ്റ്റമേഴ്സ്. ഈ 3നും 3 പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു തവണ മാത്രം വാങ്ങിച്ചവരുടെ ഒരു
ചില സിമിലാരിറ്റീസ് ഉണ്ടാവും. അത് അവരുടെ ജോഗ്രഫിക്കൽ ഇത് വെച്ചിട്ടായിരിക്കാം, ഏജ് വെച്ചിട്ടായിരിക്കാം, സെക്സ് വെച്ചിട്ടായിരിക്കാം, മെറിറ്റൽ സ്റ്റാറ്റസ് വെച്ചിട്ടായിരിക്കാം, ഇൻകം വെച്ചിട്ടായിരിക്കാം, ഏജ് വെച്ചിട്ട്, അങ്ങനെ പല 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 ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഈ പറയുന്ന ഓരോ കാറ്റഗറിയിലും ഓരോ സിമിലാരിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സിമിലാരിറ്റി പറയുന്ന പേരാണ് പാറ്റേൺ അല്ലെങ്കിൽ ബൈയർ പേഴ്സോണ. Is it clear? Any doubt, George sir? Clear? Yes. എന്ത് സാധനം എടുത്താലും, ഈ പ്രപഞ്ചത്തിലുള്ള എന്ത് സാധനം നിങ്ങൾ എടുത്താലും you can find a pattern. ഏത് ബിസിനസ് എടുത്താലും you can find a pattern. ആ പാറ്റേൺ കണ്ടുപിടിക്കുന്നിടത്താണ് നമ്മളുടെ കഴിവിരിക്കും. വൺസ് ആ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ we just need to repeat that pattern. എന്ത് ചെയ്താൽ മതി? ഈ മോഡൽ അങ്ങ് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഈ കസ്റ്റമേഴ്സിന്റെ ഒരു പാറ്റേൺ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് കാടടച്ച് വെടിവെക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്ത് ക്രൈറ്റീരിയാസ് ഉള്ള ആളുകളാണ് എൻ്റെ ബയർ പേഴ്സോണയിലുള്ളത്, ആരൊക്കെയാണ് എൻ്റെ റിയൽ കസ്റ്റമേഴ്സ്. നൗ ഐ ഗോട്ട് മൈ പാറ്റേൺ. ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് സെയിൽസ്മാന്റെ അകത്തേക്ക്, സെയിൽസ്മാൻ ടീമിലേക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ അവരോടൊരു 3-4 ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇവിടെ ഒരു പാറ്റേൺ ഇരിപ്പുണ്ട്. ഈ പാറ്റേൺ പല രീതിയിലുള്ള പാറ്റേൺ. ഓക്കെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമുക്കൊരു എൻക്വയറി വരുന്നു എങ്കിൽ അത് ആദ്യത്തെ പാറ്റേൺ 28 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കാണ് എങ്കിൽ ഫസ്റ്റ് ടിക്ക് വീഴും. ഹൈ പ്രയോറിറ്റി ആണ് ഇവർ കൺവേർട്ട് ആവാനുള്ളത്. ആദ്യം ഏജ് ചോദിക്കും, പിന്നെ പേര് ചോദിക്കും. പേരെന്തിനാണെന്നറിയോ? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് റിയൽ ബയർ പേഴ്സോണ എന്താണ് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചയ്ക്ക് പറയുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. പേര് ചോദിക്കുക. മുസ്ലിം നെയിം ആണ് എങ്കിൽ ഹൈ പ്രയോറിറ്റി. പഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിന് മുന്നിട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നവരാണ് അവർ. അതുകൊണ്ട് അതിന് ഹൈ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കും. ജോർജ് സാറിന് മനസ്സിലാവുന്നോ? ഞാൻ നമ്മുടെ പാറ്റേണാ പറയുന്നത്. ഇപ്പം ഏജ് ഗ്രൂപ്പ് 28-നും 50-നും ഇടയ്ക്കാണെങ്കിൽ അടുത്തത് പേര്. ലൊക്കേഷൻ മലബാർ റീജിയൻ ആണെങ്കിൽ, മലപ്പുറത്തിനും കാസർഗോഡിനും ഇടയ്ക്കാണ് എങ്കിൽ ഇതൊക്കെ ഇമ്മീഡിയറ്റ് കൺവേർഷനാണ്. പാറ്റേൺ മനസ്സിലാവുന്നുണ്ടോ? സമദ് മനസ്സിലാവുന്നുണ്ടോ? അതാണ് പാറ്റേൺ. യെസ്. അപ്പൊ നമുക്ക് എന്തായി? നമുക്കവിടെ കൃത്യമായിട്ട് മനസ്സിലായി. ഓക്കെ, ഇത് നമ്മളുടെ ആളാണ്. 3 ചോദ്യം മതി. ഇതിൽ ഒന്നുമില്ല, ബേസിക്. സാറേ പേരെന്തായിരുന്നു? അത് അബ്ദുൾ ജലീൽ. സാറിന്റെ സ്ഥലം എവിടെ? അത് മലപ്പുറം. എത്ര വയസ്സായി സാറേ? അത് 36. ഇതാണ് ബയർ പേഴ്സോണയുടെ ഇമ്പോർട്ടൻസ്. ഈ 3 കാര്യങ്ങൾ കേട്ടാൽ പിന്നെ അവര് പറയുന്ന കാര്യത്തിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. കാരണം ഇവിടെ 3 ടിക്ക് വീണ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ, നാഗലക്ഷ്മി മാം, വെരി സോറി ടു സേ, ആണാണെങ്കിൽ പോസിബിലിറ്റി കൂടി. കാരണം 100-ൽ 2 പേരേ ഉള്ളൂ നമ്മളുടെ ടീമിൽ ലേഡീസ് വരുന്നത്. ശിവ മാം, ആഷിമ മാം ക്ഷമിക്കണം കേട്ടോ, ഞാൻ പേഴ്സണാലിറ്റിയെ പഠിപ്പിക്കുന്നത്. ശുഭ മാം, ഇപ്പം ആ പ്രോബബിലിറ്റി കൂടി വരുന്നുണ്ട് എങ്കിലും ഇതാണ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ആ പറഞ്ഞ നമ്മളുടെ പാറ്റേണിൽ പെട്ട ഒരു എൻക്വയറി ആണ് വന്നത് എങ്കിൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം ഇത് ഉറപ്പായിട്ടും വരും. അതേ സമയം തന്നെ ഒരാള് വിളിക്കുകയാണ്, പറയുന്നു, തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ റിയൽ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയേണ്ടി വരും. ഹിന്ദു നാമധാരിയാണ് എങ്കിൽ, തെക്കൻ കേരളത്തിൽ നിന്നാണ് എങ്കിൽ, ഇതെല്ലാം എനിക്ക് ബാധകമാണ്. പിന്നെ നമ്മള് കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് നമുക്ക് ജാതി മതം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ലീസ്റ്റ് പ്രയോറിറ്റിയെ കൊടുക്കൂ. കാരണം ഇങ്ങനെ ചോദിച്ചിരിക്കും എന്നുള്ള അല്ലാതെ അവരൊരിക്കലും കൺവേർട്ട് ആവത്തില്ല. വളരെ റെയർ കേസ് മാത്രം. മറ്റേതിന്റെ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഇതിന്റെ പുറകിന് പോകുന്നത് നമ്മളെ മെനക്കെടുത്തുകയാണ്. മറ്റേത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അപ്പൊ ഏതിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? വെയിറ്റേജ് കൊടുക്കുന്ന ഇതിനാണ്. എന്താണ് ബയർ പേഴ്സണാലിറ്റി എന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് ബയർ പേഴ്സോണ എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഏതിന് വെയിറ്റേജ് കൊടുക്കണം, ഏതാണ് എൻ്റെ പാറ്റേൺ, ഈ പാറ്റേൺ കണ്ടുപിടിക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ, സെയിൽസുകാരന്റെ ഏറ്റവും വലിയ കഴിവിരിക്കുന്നത്. ഈ പാറ്റേൺ കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഗുണം എന്താ? നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ അടുത്ത് പറയാം, ഇനി എന്ത് ചെയ്താൽ മതി? നീ താണ്ടേ ആരെയാണ് എൻ്റെ ഈ പരസ്യം കാണിക്കണ്ടേ? മലപ്പുറത്തുള്ള മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, അതും ഇൻ ദ ഏജ് ഓഫ് 28 to 50, അതും മെൻ, അവരെ കാണിച്ചാൽ മതി. എന്താ ഗുണം? എത്ര പൈസയെ ലാഭം? കാടടച്ച് വെടിവെക്കണ്ട, കാറ്റഗറൈസ് ചെയ്ത് ഒരു ഏരിയ മാത്രം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 14 പേരുണ്ട് നമ്മുടെ സെയിൽസ്മാൻ ടീമിൽ. വെളിയങ്കോട് എന്ന് പറയുന്ന 6 കിലോമീറ്റർ ചുറ്റളവിൽ 14 പേരുണ്ട് നമ്മുടെ സെയിൽസ്മാൻ ടീമിൽ. വെളിയങ്കോട് യൂണിറ്റ് രൂപീകരിക്കാൻ പോവാ നമ്മൾ, സെയിൽസ്മാൻ യൂണിറ്റ്. ഇതെന്താ നമ്മളെ കാണിക്കുന്നത്? ഇറ്റ്സ് എ പാറ്റേൺ. ഇറ്റ്സ് എ പാറ്റേൺ. ഇതൊരിക്കലും ആലപ്പുഴയിൽ ഉണ്ടാവില്ല. ഇത് തന്നെ നമ്മൾ നോക്കും, മറ്റു ചില ക്രൈറ്റീരിയാസ് നോക്കും. ആ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമ്മൾ പറയും ഇവർ ഒരിക്കലും നമ്മളുടെ കസ്റ്റമർ ആവില്ല. ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇവർ നമ്മളുടെ കസ്റ്റമർ ആവില്ല. അപ്പൊ നമ്മൾ ഇവരെ ഫോളോ അപ്പ് ചെയ്ത് സമയം കളയണ്ട. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി ആരാണ് പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത്. യെസ്, ഈ എൻക്വയറിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എവിടുന്ന എൻക്വയറി എടുക്കേണ്ടത്? ഇന്ന ഏരിയയിൽ നിന്ന്. നമ്മുടെ കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാൻ. കാരണം വെൽ ഡിഫൈൻഡ് ബയർ പേഴ്സോണ നമ്മുടെ കയ്യിലുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആര്, എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ ഫോക്കസ് ചെയ്യണം, എന്ത് ഇൻകം ലെവൽ ഉള്ളവരെ ഫോക്കസ് ചെയ്യണം, എന്ത് ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവരെ ഫോക്കസ് ചെയ്യണം, ഏത് സമയത്ത് യൂട്യൂബ് കാണുന്നവരെ ഫോക്കസ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എബി ജോസഫ്, ക്ലിയർ ആണല്ലോ? We have to find that pattern in your business. ആ പാറ്റേൺ എന്ന് പറയുന്ന പേരാണ് ബയർ പേഴ്സോണ. നാഗലക്ഷ്മി മാം, all your enquiries are not your customers. Yes. ആ വരുന്ന എൻക്വയറിക്കകത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അതാര് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ എൻക്വയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടീമിൽ ഒരു എൻക്വയറി വന്നാൽ അബിയും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, അബി ഇതൊരു 3 മാസം എടുക്കും കൺവേർട്ടായി വരാൻ. അബി ഇത് ക്വിക്ക് ഡിസിഷൻ ആണ്, നീ വിളിച്ചോ, ഇന്ന് നടക്കും, ഉറപ്പാണ്. അബി ഇതിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ മതി, അവർ വരും. അബി അത് നീ പിന്നെ അത് കിടന്നോട്ടെ, അത് ഡാറ്റാബേസിലേക്ക് മാറ്റിയിട്ടേരെ, അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഇപ്പോ അത് വരത്തില്ല. ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? ബേസ്ഡ് ഓൺ ദാറ്റ് പാറ്റേൺ.
ശ്രീലേ, ആനപ്പാറ ബർഗർ മേടിക്കുന്നവരുടെ ഒരു പാറ്റേൺ ഉണ്ട്. There is a persona based on each of your product. നാഗലക്ഷ്മി മാമിന്റെ റിട്ടയർമെന്റ് പ്ലാൻ എടുക്കുന്ന അല്ലെ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എ പാറ്റേൺ. ആ പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് റിട്ടയർമെന്റ് പ്ലാൻ സെല് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകളുടെ ഒന്നിച്ച് ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് എ പാറ്റേൺ ഓർ സിമിലാരിറ്റീസ്. അതിന് സിമിലർ ആയിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്തിയാൽ യു ക്യാൻ സെൽ യുവർ മെഡിക്കൽ ഇൻഷുറൻസ്. ഈ ഫ്ലാറ്റ് എടുത്തിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഡേറ്റാബേസ് എടുത്താൽ യു ക്യാൻ ഫൈൻഡ് എ പാറ്റേൺ. ഈ പാറ്റേണിന് സിമിലർ ആയിട്ടുള്ള ആളുകളെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തിയാൽ യു ക്യാൻ സെൽ യുവർ ഈ ഫ്ലാറ്റ്. ആഷിമ മാം, നമ്മളുടെ സ്പെഷ്യാലിറ്റിയായ സാരി വാങ്ങിക്കുന്ന അല്ലെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് അവരെ ഒബ്സർവ് ചെയ്താൽ യു ക്യാൻ ഫൈൻഡ് എ പാറ്റേൺ. ആ പാറ്റേണിലുള്ള മറ്റ് സ്ത്രീകളെ കണ്ടെത്തിയാൽ യു ക്യാൻ സെൽ ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വെരി ഈസിലി. മാം ക്ലിയർ ആണോ? അതിന്റെ ഉദാഹരണം അല്ലെങ്കിൽ അതിന്റെ സിംപ്ലിഫൈഡ് വേർഷൻ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇറ്റ്സ് എ പ്രൂഫ് ദാറ്റ് നിങ്ങൾക്ക് 1000 പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. The only thing you have to do is find a customer similar to this customer. ഇവനാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത് എങ്കിൽ ഇവനെ പോലെ സ്വഭാവമുള്ള, ഇവനെ പോലെ ക്രൈറ്റീരിയാസ് ഉള്ള 1000 കസ്റ്റമർ ഈ മാർക്കറ്റിലുണ്ട്. നമ്മളുടെ ഡ്യൂട്ടി ഈസ് ടു ഫൈൻഡ് ദാറ്റ് 1000 കസ്റ്റമർ ബൈ യൂസിങ് ദിസ് പാറ്റേൺ. അതുകൊണ്ടാണ് സെയിൽസിൽ പറയുന്നത് യുവർ ഫസ്റ്റ് ചെക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു ചെക്ക് മേടിക്കാൻ പറ്റിയാൽ 1000 ചെക്ക് മേടിക്കാം. only thing is to find your pattern. ലേറ്റ് ആയിട്ട് വന്നവർക്ക് ഒരു വട്ടം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, നാളെ തൊട്ട് ഇത് പ്രതീക്ഷിക്കരുത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് പാറ്റേൺ എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ മോസ്റ്റ് റെലവെന്റ് തിങ് ഇൻ സെയിൽസ്. നമ്മളുടെ ബിസിനസ്സിൽ കൺസിസ്റ്റൻസി ഉണ്ടാകണമെങ്കിൽ, ഉറപ്പായിട്ട് നമ്മളുടെ ബിസിനസ് അടുത്ത മാസം ഇത്ര സെയിൽ നടക്കും എന്ന് ഫോർകാസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് പാറ്റേൺ. അപ്പം ഒരു ബിസിനസ്സിൽ, ഒരു സെയിൽസിൽ ഒരൊറ്റ ജോലിയേ ഉള്ളൂ ബിസിനസ്സുകാരന്, ഈസ് ടു ഫൈൻഡ് യുവർ പാറ്റേൺ ആൻഡ് റിപ്പീറ്റ് ദാറ്റ് പാറ്റേൺ. അപ്പൊ ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം എന്താ വേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് is to look into your existing customer data. അതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളതാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സൂക്ഷിക്കാത്ത ആരൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് തുടങ്ങിക്കോണം. അതിന് പറയുന്ന പേര് കസ്റ്റമർ ഓൺ ബോർഡിംഗ് എന്നാണ്. ഒരു കസ്റ്റമർ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിയുമ്പോൾ പുറത്തെ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് അകത്ത് കയറി ലഗേജ് ചെക്ക് ചെയ്ത് അതിന്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്ത് ഇപ്പുറത്ത് പോയി വീണ്ടും സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എമിഗ്രേഷനിൽ പോകുന്നു, അതും കഴിഞ്ഞിട്ട് വീണ്ടും സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് കയറി ഗേറ്റിന്റെ അവിടെ ചെല്ലുന്നു, ഗേറ്റിന്റെ അവിടെ നിന്ന് ബസ്സിൽ കയറുന്നു, കയറി ഫ്ലൈറ്റിൽ ചെല്ലുന്നു, അവിടെയും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു, എയർ ഹോസ്റ്റസ് നമസ്കാരം പറഞ്ഞ് കയറ്റിക്കൊണ്ടുവന്ന് നമ്മളെ നമ്മുടെ സീറ്റിൽ ഇരുത്തുന്നു. ഇതുപോലെ ഈ ജേർണി നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവണം.
കാരണം ഈ ഓരോ ടച്ച് പോയിന്റ് സ്ഥലത്തും അവരുടെ ഡേറ്റ നമ്മൾ എടുക്കുകയാണ്. ഇതുകൊണ്ടാണ് ഗൂഗിളും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം, ആമസോൺ ഉൾപ്പെടെ എല്ലാം കൈകോർക്കുന്നത്. ഇവിടെയാണ് ഡേറ്റ ഈസ് ദ കിങ് എന്ന് പറയുന്നത്. ഫേസ്ബുക്കിന് അറിയാന്നേ നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന്, എന്തിന് നമുക്ക് എത്ര മക്കളുണ്ടെന്ന്, അവരുടെ ഏജ് എന്താണെന്ന്, നമ്മുടെ കല്യാണം എന്നായിരുന്നു എന്നുള്ളത്. ഈവൻ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ മാസം ആണ് മായയുടെ ബർത്ത്ഡേ, വൈഫിന്റെ. എനിക്കങ്ങ് കൺഫ്യൂഷനാണ്, 19 ആണോ 31 ആണോ. കാരണം ഇതിലേതോ ഒന്നാണ് ആക്ച്വൽ, മറ്റേത് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്കറിയാമെന്നാണ് അവളുടെ വിചാരം. സത്യമായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ സുക്കംബർഗിന് അറിയാം. അതാണ് ഡേറ്റ. ഞാൻ എന്നിട്ടും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചകഞ്ഞോണ്ടിരിക്കുക, എന്നാണ് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, ഇടിയാകത്തില്ല. എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെയുള്ള കാര്യം. അതേസമയം നിങ്ങളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേക്ക് എനിക്കറിയാം എന്നാണെന്നുള്ളത്. ഡേറ്റ ഈസ് ദ ന്യൂ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ എന്താ ചെയ്യുന്നത്? കസ്റ്റമർ ഓൺബോർഡിങ് ചെയ്തിട്ട് കസ്റ്റമറുടെ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം നോക്കുന്നു. നോക്കിക്കഴിയുമ്പോൾ അതിൽ നിന്ന് അടുത്ത ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ലുക്ക് അറ്റ് റിപ്പീറ്റഡ്ലി പർച്ചേസ്ഡ് കസ്റ്റമർ ലിസ്റ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. അടുത്ത ലിസ്റ്റ് ഏതാ? ലോയൽ കസ്റ്റമർ. റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുക മാത്രമല്ല, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. ഇപ്പൊ നമ്മുടെ സെയിൽസ്മാൻ ടീം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ പല പാറ്റേൺസ് ഉണ്ട്. ഇനിഷ്യൽ എന്തൂസിയാസം, ആരംഭ ശൂരത്വത്തോടു കൂടി ഓടി വന്നിട്ട് പിന്നെ കാണാതെ പോയ കുറെ ആളുകളുണ്ട്. അതൊരു പാറ്റേണാ. കൺസിസ്റ്റന്റ് ആയിട്ട് വന്ന് സൈലന്റ് ആയിട്ടിരുന്ന് പഠിച്ചിട്ട് പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേരെടുത്ത് വിളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുടെ ഒരു പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട്. തല്ലിക്കൊന്നാലും ഞാൻ സാറിനെ വിട്ട് പോകത്തില്ലെന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട്. ഇയാൾ ഇതെന്നാ പോഴത്തരമായിരുന്നു പറയുന്നത് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണുകൾ അറിയാൻ പറ്റിയില്ല എങ്കിൽ ആരെ ശ്രദ്ധിക്കണം, ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ആരെ തലോടണം, ആരെ ചീത്ത വിളിക്കണം, ആരെ അകറ്റി നിർത്തണം, ആരെ അടുപ്പിക്കണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഈ പാറ്റേൺ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെയിൽസിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ ലിസ്റ്റ് എടുത്തു, റിപ്പീറ്റഡ് കസ്റ്റമറുടെ ലിസ്റ്റ് എടുത്തു, അതിൽ നിന്ന് ലോയൽ കസ്റ്റമറുടെ ലിസ്റ്റ് എടുത്തു. ഇതിലെല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പാറ്റേണിന് പറയുന്ന പേരാണ് ബയർ പേഴ്സോണ. ഈ പാറ്റേൺ കിട്ടിക്കഴിയുമ്പോൾ ഒരു എൻക്വയറി വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യും, ഇത് ഏതുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. ഇതാണ് ഓക്കെ, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നടക്കാൻ പോകുന്നില്ല, നടന്നാലും ഇത് തലവേദനയാ, അബി പറഞ്ഞു വിട്ടേരെ, പേയ്മെന്റ് മേടിക്കണ്ട. എന്താ അങ്ങനെ പറയുന്നത്? തലവേദനയാവാൻ സാധ്യതയുണ്ട്. ശ്രീലിലെ ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ചില ടീമുകളുടെ ഫസ്റ്റ് ഡേയിൽ ശ്രീലിനോട് ഞാൻ പറയാറില്ലേ, ശ്രീലെ ഇതൊരു അബദ്ധം പറ്റിയതാ, സൂക്ഷിച്ചോണം എന്ന്. ഒതുക്കി വിടാറില്ലേ? അടിച്ചോടിക്കാറില്ലേ? അകറ്റി നിർത്താറില്ലേ? കെട്ടിപ്പിടിക്കാറില്ലേ? All these are based on certain patterns. ക്ലിയർ ആണോ? നമ്മളുടെ ഓരോ പ്രൊഡക്റ്റ് മേടിക്കുന്നതിൽ there is a pattern. ഡോക്ടർ അലക്സ്, നമ്മളുടെ ഹോമിയോ മെഡിസിൻ മേടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, നമ്മളുടെ ആയുർവേദിക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, നമ്മളുടെ യൂട്യൂബ് ചാനൽ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നവർക്ക് ഇടയിൽ ഒരു പാറ്റേൺ ഉണ്ട്, നമ്മളുടെ കാര്യങ്ങളിൽ വിളിച്ചിട്ട് ഡോക്ടറെ അത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്നവരുടെ ഇടയിൽ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളുടെ കയ്യിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് അപ്പുറത്തോട്ട് പറയും ഇയാൾ വ്യാജനാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നവരുടെ ഒരു പാറ്റേൺ ഉണ്ട്.
അവർ ഡ്യൂട്ടി ഈസ് ടു ഫൈൻഡ് ദാറ്റ് പാറ്റേൺ. എങ്കിൽ ഒരൊറ്റ എൻക്വയറി, ഒരൊറ്റ ശബ്ദം കേട്ടാൽ മതി, നമുക്കറിയാൻ പറ്റും മറു സൈഡിൽ ആരാണ്, എങ്ങനെ ഇവരെ നമ്മുടെ ട്രാക്കിൽ കൊണ്ടുവരാം. ഇത് പഠിക്കാമെങ്കിൽ, ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നാഗലക്ഷ്മി എന്ന് പറയുന്ന കസ്റ്റമർക്ക് നാഗലക്ഷ്മി മാമിന്റെ കാറ്റഗറിയിൽ ഉള്ള ഒരു ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. ഉണ്ടോ സുഹൃത്തുക്കളെ? ആ പറഞ്ഞ കാറ്റഗറിക്ക് ഒരു ക്ലോസിംഗ് മെത്തേഡ് ഉണ്ട്. നാഗലക്ഷ്മി മാമിന് ഉൾപ്പെടെ ആ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെ ക്ലോസ് ചെയ്തത് നമ്മളുടെ കയ്യിൽ ഒരു പർട്ടിക്കുലർ സംഭവം വെച്ചിട്ടാണ്. അപ്പോ നാഗലക്ഷ്മി മാമിനെ പോലുള്ള ക്രൈറ്റീരിയാസ് ഉള്ള ഒരു കസ്റ്റമർ, സിമിലാരിറ്റി ഉള്ള ഒരു കസ്റ്റമർ വന്നാൽ പണ്ട് ഉപയോഗിച്ച ഈ ക്ലോസിംഗ് മെത്തേഡാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി പുതിയ മെത്തേഡ് ഒന്നും കണ്ടുപിടിക്കേണ്ട. നാഗലക്ഷ്മിയെ ഇവിടെ എത്തിച്ചത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ, യു ഹാവ് ടു ജസ്റ്റ് റിപ്പീറ്റ് ദാറ്റ് മെത്തേഡ്. ഈ സാധനം ഇവിടെ എത്തിയിരിക്കും. എന്താ പേഴ്സോണ എന്ന് മനസ്സിലാവുന്നോ? അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നോ? ഈ ഒരൊറ്റ സാധനം സെയിൽസിൽ നമ്മൾ പഠിച്ച് നമ്മുടെ ടീമിന് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പേഴ്സോണ ഉണ്ടാക്കി നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിങ്ങനെയാണ് എന്ന് ആദ്യം നമ്മൾ പഠിക്കുക, പിന്നെ ടീമിനെ കാണിച്ചു കൊടുക്കുക. സെയിൽസ് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നോളാം. സെബാസ്റ്റ്യൻ സർ, ഈ സെഷൻ നമ്മളൊരു 7 മാസം മുന്നേ ജനുവരിയിൽ നമ്മൾ എടുത്തായിരുന്നു. അതിനുശേഷം സാർ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ചെയ്യും ആഫ്റ്റർ ദാറ്റ്. ഓക്കെ സാറേ, ടീമില് ഞാൻ നോക്കിയത്, എൻ്റെ ടീമിലെ എന്ന് ആദ്യം നോക്കി. ടീമില് എനിക്ക് ഇതുപോലെ തന്നെ ഈ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്തു, ബയർ പേഴ്സണ എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്തു. അത് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വരെ നല്ല സക്സസ് റേറ്റ് വന്നു എനിക്ക്. ആ ഒരു ഇപ്പൊ സാർ ഇപ്പൊ ഇന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിന്റെ ഇത്രയും ഡീപ്പർ ആയിട്ട് അത് വേറെ ഡയമെൻഷൻസ് ഉണ്ടെന്നുള്ള എനിക്കൊരു ഇൻസൈറ്റ് വരികയാണ് അതിന്റെ അകത്ത്. അന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളായിരുന്നു. എന്നാണ് നമ്മൾ അതൊരു സെഷൻ ആക്കിയത് അല്ലേ? അതെ 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 അതെ. ശരിക്കും ആ ബയർ പേഴ്സണെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു എൻക്വയറി വരുമ്പോ അല്ലെങ്കിൽ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുക, നമ്മൾ കണക്ട് ചെയ്യും, നമ്മളുടെ ബ്രെയിൻ കണക്ട് ചെയ്യും. ഇത് ഇന്ന ആൾക്ക് സിമിലർ ആണല്ലോ, അവരെ നമ്മൾ കൈക്കലാക്കിയത് ഇന്നത് വെച്ചിട്ടാണ്, അതെടുത്തടിക്കും. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഗുണം. ആ പാറ്റേൺ അവിടെ സെറ്റ് ചെയ്തിട്ടാൽ ബ്രെയിൻ അത് ഐഡന്റിഫൈ ചെയ്തോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇത് ഫേസ്ബുക്കിനും ഗൂഗിളിനും ആമസോണിനും ഒക്കെ സിസ്റ്റമാണ് അത് കണക്ട് ചെയ്യുന്നത്. സെബാസ്റ്റ്യൻ സാറ് ലോഗിൻ ചെയ്യുമ്പോ ആമസോൺ സാറിനെ കാണിക്കുന്ന പോട്ടെ, ഗൂഗിളിൽ ഒരു കാര്യം സാർ അവിടെ ഇരുന്ന് സെർച്ച് ചെയ്യാം, അതേ കാര്യം ഇവിടെ ഇരുന്ന് ഞാൻ സെർച്ച് ചെയ്യാം. ഇതേ കാര്യം പാലക്കാട് ഇരുന്നിട്ട് അലക്സ് ഡോക്ടർ സെർച്ച് ചെയ്യാം. ഇതേ കാര്യം തിരുവനന്തപുരത്ത് ഇരുന്ന് ശ്രീലില് സെർച്ച് ചെയ്യാം. ഒറ്റ ടോപ്പിക്, റിസൾട്ട് വിൽ ബി ഡിഫറെന്റ്. എന്നെ കാണിക്കുന്ന സെർച്ച് റിസൾട്ട് അല്ല സെബാസ്റ്റ്യൻ സാറിനെ കാണിക്കുന്നത്, അതല്ല ഡോക്ടറെ കാണിക്കുന്നത്, അതല്ല ശ്രീലിനെ കാണിക്കുന്നത്. സംശയമുണ്ടോ? എന്നെ എന്ത് റിസൾട്ട് ആണോ, എന്റെ ഡേറ്റ വെച്ചിട്ടുള്ള ആളിന് എന്താണോ കാണേണ്ടത് അതേ എന്നെ കാണിക്കൂ. ശ്രീലില് നോക്കുമ്പോ ഒരു പർട്ടിക്കുലർ സാധനം നോക്കിയാൽ അതിന്റെ കോഡിങ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ IT വേർഷൻ ആയിരിക്കും ശ്രീലിനെ കാണിക്കുന്നത്. ശ്രീലിൽ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്താൽ അതിൽ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ സംഭവങ്ങളല്ലേ കാണിക്കുന്നത്, റിസൾട്ട് വരുന്നത്. ബിസിനസ്സും ടെക്നിക്കലും ആയിരിക്കും. ഞാൻ സെർച്ച് ചെയ്ത ടെക്നിക്കൽ എന്നെ കാണിക്കത്തേയില്ല. കാരണം ഗൂഗിളിന് നന്നായിട്ട് അറിയാൻ ടെക്നിക്കൽ എന്ന് കേൾക്കുന്ന എനിക്ക് കലിപ്പാണെന്നുള്ളത്. അതേ സാധനം ഡോക്ടർ അലക്സിനെ കാണിക്കുന്നത് എന്തെങ്കിലും റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവത്തെ കണക്ട് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ടേംസിനെ കണക്ട് ചെയ്തിട്ടായിരിക്കാം. ഹി ഈസ് എ ഡോക്ടർ അക്കോർഡിംഗ് ടു ഗൂഗിൾ. ഇതാണ് എല്ലാ ആമസോൺ പോലുള്ള, ഗൂഗിള് പോലുള്ള, ഫേസ്ബുക്ക് പോലുള്ള
കമ്പനികളും ഫോളോ ചെയ്യുന്നത്. ദേ ആർ ഫൈൻഡിങ് അവർ പാറ്റേൺ വിത്ത് അവർ ഡേറ്റ. പിന്നെ പുതിയൊരാള് ഈ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ സിസ്റ്റം വിത്തിൻ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഇവനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, ഇവൻ 11 ആണ്, അവനെ കാണിക്കുന്ന എല്ലാം ഇവനെ കാണിച്ചു, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ ഇതെല്ലാം മേടിച്ചോളൂ. ഒറ്റ ഡേറ്റ മതി. വെറുതെ ഒന്നും അല്ല ഇത്രയും കച്ചവടം അവർക്ക് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സിനെയും നമ്മളുടെ അവിടെ നിന്ന് ആനപ്പാറ ബർഗർ കഴിക്കുന്നവരുടെ ഒരു പാറ്റേൺ ഉണ്ട്. നോക്കിയാൽ മതി. ആ പാറ്റേണിൽപ്പെട്ട ആളുകളെ ആനപ്പാറ ബർഗറിന്റെ പരസ്യം കാണിച്ചാൽ ശ്രീലിന് ഓർഡർ കൂടുതൽ കിട്ടും. പക്ഷെ ആറാട്ട് ബർഗറിന്റെ പാറ്റേണിന്റെ അടുത്ത് ആനപ്പാറ ബർഗറിന്റെ പരസ്യം കാണിച്ചാൽ കച്ചവടം കിട്ടില്ല. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫ്ലോപ്പ് ആയിരിക്കും. ഡിഫറൻസ് മനസ്സിലാവുന്നോ? ഇവരെല്ലാം നമ്മുടെ കസ്റ്റമറാ, പക്ഷെ പ്രൊഡക്റ്റ് വൈസ് വരെ ഇവരെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സീസൺ വൈസ് നമുക്ക് പേഴ്സോണ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു മാസത്തിന്റെ തുടക്കം ഓർഡർ കൂടുതൽ ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, മിഡിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, എൻഡിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. ബബ്ലു സാറേ, ഈ 3 സമയത്ത് പർച്ചേസ് ചെയ്യുന്നവരില്ലേ? സാറിന്റെ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഷെയർ ട്രേഡിങ്ങിന്റെ അകത്ത് ഈ പറയുന്ന സീസൺ അനുസരിച്ചിട്ട് വളരെ വലിയ മാറ്റം വരുന്നില്ലേ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ? ഇപ്പൊ ഈ ജൂലൈ സമയത്തൊക്കെ NRIs വരുന്ന സമയമാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം ആ സമയത്തുണ്ട്. ഡിസംബർ ആ ടൈം പീരീഡിലൊക്കെ യൂറോപ്പിൽ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നവരുണ്ട്. അവിടെയും ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇറ്റ്സ് എ പാറ്റേൺ. അതെ. പിന്നെ ടാക്സ്, ക്രിസ്മസിന് നാട്ടിൽ വരുന്ന ആളുകളുടെ ഒരു പാറ്റേൺ ഉണ്ട്. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന എത്ര റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഉണ്ടെന്നറിയോ? എനിക്ക് തോന്നുന്നു ബിജോ സാർ ഇന്ന് ഉണ്ടെന്ന് തോന്നുന്നു. ബിജോ കുര്യൻ ഫ്രം UK. സാർ നമസ്കാരം. അറിയതേ? നമസ്കാരം. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന അവസരമാണോ? എത്ര മണിയായി ഇപ്പൊ അവിടെ? രാത്രി 12. നേരം വെളുത്തു. നേരം വെളുത്തു. യെസ് 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 യെസ്, കാണാം കാണാം കാണാം. നമസ്കാരം. യെസ്, മൈക്ക് ഒന്ന് അടുപ്പിച്ചു നോക്കൂ. പറഞ്ഞു കേൾക്കാം. ഞാനിപ്പോ ആദ്യമായിട്ട് ഇപ്പം 6 മാസം മുമ്പ് ഞാൻ ഇപ്പം പറഞ്ഞ ഓർക്കുമായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അത് യാഥാർത്ഥ്യമായത്. യെസ്, ഐ നോ ദാറ്റ്. സാർ ഇന്നേ വരുള്ളൂ എന്നുള്ള പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഉറപ്പായിട്ട് വരും എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം അബിയോട് പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു 4 തവണയോളം എൻക്വയറി ഇട്ടിട്ടുണ്ട് ബിജോ സാർ, അല്ലേ? ഐ തിങ്ക് സോ. പക്ഷെ ഈ പ്രാവശ്യം ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്തിട്ട് അബിയുടെ അടുത്ത് പറഞ്ഞു, കട്ടയ്ക്ക് പിടിച്ചോ, ഉറപ്പായിട്ട് ഈ പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ പാറ്റേൺ. യെസ്, സാറ് നാട്ടിൽ വരുന്നത് ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ആണോ? കൃത്യമായ ഇടവേളകളിൽ, അത് വരുന്നത് ഒരു സ്പെസിഫിക് സീസണിലാണ് സാറ് നാട്ടിലെത്തുന്നത്, അല്ലേ? ജൂലൈ, ഓഗസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ. കറക്റ്റാ പറഞ്ഞത്. ഇത് സാറിന് വിൽക്കുന്ന നാഗലക്ഷ്മി മാമിനും ടീമിനും ഒന്നും അറിയത്തില്ല. പക്ഷെ ഗൂഗിളിനും ആമസോണിനും ഒക്കെ അറിയാം സാർ എന്നാ ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് അറിയാം ബിജോ കുര്യൻ എന്നാണ് UK നിന്ന് നാട്ടിൽ വരുന്നത് എന്ന്. അതിന്റെ പേരാണ് ബയ്യർ പേഴ്സോണ. ആ ബയ്യറുടെ പേഴ്സണാലിറ്റി. അപ്പോ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് നമുക്ക് പേഴ്സോണയുണ്ട്, ബേസ്ഡ് ഓൺ സീസൺ നമുക്ക് പേഴ്സോണയുണ്ട്, ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് സീസൺ ഉണ്ട്.
സന്തോഷേട്ടാ, പട്ടാമ്പിയിലുള്ളവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ഷൊർണൂർ നിന്ന് വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അതുപോലെയാണ് മലമ്പുഴയിൽ നിന്ന് വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, പാലക്കാട് ടൗണിലുള്ളവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. Am I correct? തീർച്ചയായിട്ടും സാർ, ശരിയാണ്. അപ്പോ പാലക്കാട് കച്ചവടം നടത്തുന്ന ഷോറൂം ഇട്ടിരിക്കുന്ന സന്തോഷേട്ടൻ ഒരു കസ്റ്റമർ വന്ന് കയറുമ്പോ സാർ എവിടുന്നാ വരുന്നത്, അത് ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ പട്ടാമ്പിക്കാര് നമ്മളുടെ അടുത്തു നിന്ന് മേടിച്ചിരിക്കുന്ന പ്രൊഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് വേണം ഇവിടെ പ്രസന്റേഷൻ എടുക്കാൻ. അതാണ് ബയർ പേഴ്സോണ. മനസ്സിലാവുന്നു? അതുപോലെ ഇതിലിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സിനോട് there is a buyer persona. സനിജ് ചെന്നിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പ്രസന്റ് ചെയ്തപ്പോ അത് ഓടി അതിന്റെ കൂടെ വന്നിരിക്കുന്നവർക്ക് there is a pattern. ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ സനിജ് ഒരാളുടെ അടുത്ത് പോലും അനാവശ്യമായിട്ട് പ്രസന്റേഷൻ എടുക്കത്തില്ല. യു വിൽ പ്രസന്റ് ഓൺലി ടു ദ റൈറ്റ് പേഴ്സൺ. But you have to find that pattern. ഷാക്കിർ, നമ്മളുടെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും there is a pattern. ഉണ്ടോ ഷാക്കിർ? ഉണ്ട്, തീർച്ചയായിട്ടും. മാത്രമല്ല ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് അങ്ങോട്ട് പറയാറുണ്ട്. കസ്റ്റമറെ ഒരു പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മളെ കമ്പനിന്റെ ഒരു പേഴ്സോണ മാറ്റരുത്. മിക്കവാറും കോൺസിസ്റ്റൻസി നഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ അത്ര കണ്ട് കെയർ ചെയ്യാറില്ല. അവിടെയാണ് നമ്മളുടെ കാര്യം പറയുമ്പോൾ ഷാക്കിറെ, ബ്രാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓൺട്രപ്രണേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്താൽ അതിന് സിമിലർ ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, ഈ സെയിൽസ് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ്. 24 മണിക്കൂർ സമയമാണ് നമുക്ക് തന്നേന്നിരിക്കട്ടെ. 23 മണിക്കൂറും നിങ്ങൾ ചെയ്യേണ്ടത് ആ ബയ്യറുടെ പേഴ്സോണ കണ്ടുപിടിക്കാനായിരിക്കണം. 1 മണിക്കൂർ മതി നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാനും ക്ലോസ് ചെയ്യാനും. ബാക്കി 23 മണിക്കൂറും ചെയ്യേണ്ടത് അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. പഠിക്കുമ്പോൾ യു ക്യാൻ കണക്ട് ദം വിത്ത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നാഗലക്ഷ്മി മാം, ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നിലവിൽ മാമിനുള്ള ഒരു കസ്റ്റമറിന് സിമിലാരിറ്റി ഇവർക്കുണ്ടായിരിക്കും. എങ്ങനെയാണോ ആ പറഞ്ഞ ഒരു കസ്റ്റമറെ മാഡം അപ്രോച്ച് ചെയ്തത്, ക്ലോസ് ചെയ്തത്, പ്രസന്റ് ചെയ്തത്, അവരെന്തൊക്കെ സംശയങ്ങളാണോ ചോദിച്ചിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഇവരെ അപ്രോച്ച് ചെയ്യുക, പ്രസന്റ് ചെയ്യുക. അതേ സംശയങ്ങൾ ഇവർ ചോദിക്കുന്നത് മാമിന് കാണാൻ പറ്റും. ഞെട്ടിപ്പോ അതേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുക, അതേ പ്രൊഡക്റ്റ് തന്നെ അവരോട് പറയുക, അവരെടുത്തിരിക്കും. ഷെറീഫ്, ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നല്ലോ? ഗുഡ്. എബി? ഗുഡ്. സഞ്ജയ്ക്ക് അറിയാലോ അല്ലേ? ഓരോ ഫ്ലാറ്റ് എടുക്കുന്നവർക്കും ഓരോ പാറ്റേൺ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഓൾറെഡി അത് ഇംപ്ലിമെന്റഡ് ആണ്. വെരി ഗുഡ്. ഇത് ചെയ്താൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു കടമ്പയല്ല. ഓരോ എൻക്വയറിയും ജസ്റ്റ് കമ്പയർ വിത്ത് യുവർ പാറ്റേൺ ബേസ്ഡ് ഓൺ ജെൻഡർ ആൻഡ് ഏജ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ലെവലിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെയും നമ്മളിത് കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇവരിൽ ഓരോ ലെവലിലും നിങ്ങൾക്ക് പാറ്റേൺ കണ്ടെത്താൻ പറ്റും. ഒരു തവണ മാത്രം വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. ആ പാറ്റേൺ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇവരൊറ്റ തവണയെ മേടിക്കത്തുള്ളൂ, ഇനി മേടിക്കില്ല. റിപ്പീറ്റഡ് ആയിട്ട് മേടിക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ക്ലയന്റ് ആയിട്ട് വന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. നമുക്ക് വേണ്ടി റെഫറൻസ് തന്ന് ആളിനെ വിളിച്ചോണ്ട് വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പറായി മാറിയ കസ്റ്റമേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളുടെ പാർട്ട്ണറെ പോലെ ചേർന്ന് നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു പാറ്റേൺ ഉണ്ട്. നമ്മളെ അത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന കോ പാർട്ട്നേഴ്സിന് there is a pattern.
ഇതിനെല്ലാത്തിനും ഡിഫറെന്റ് പാറ്റേൺ ആണ്. അപ്പോ ഈ ടീമിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാം ഇവർ കുറച്ച് നാളത്തേക്കാണോ, ഇവര് വന്ന് സൈലന്റ് ആയിട്ടിരിക്കാൻ പോവാണോ, ഇവര് നമുക്ക് വേണ്ടിയിട്ട് അത്രയ്ക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് കൂടുതൽ ആളുകളെ കൊണ്ട് തരുവോ, ഇവര് നമ്മളോട് ചേർന്ന് ഒരു പാർട്ട്ണറെ പോലെ തന്നെ നിൽക്കുവോ, ഇതെല്ലാം വരുന്ന തന്നെ അവരുടെ പേഴ്സോണ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കും. പ്ലീസ് ജോർജ് സാർ. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ സെയിൽസിനും ബാധകമാണോ? ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പീപ്പിൾ കുഡ് ബി ഫ്രം ഡിഫറെന്റ് ഡെമോഗ്രഫി, ജിയോഗ്രഫി. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പം എറണാകുളത്തായിരിക്കും, പക്ഷെ അതിന്റെ മെയിൻ ടോപ്പ് പേഴ്സൺ വിൽ ബി ഫ്രം മലപ്പുറം ഓർ ഫ്രം കാലിക്കറ്റ്. ഒന്നൂടെ എനിക്ക് സാറിന്റെ സൗണ്ട് ക്ലിയർ ആവും, ഒന്ന് ഉറക്കെ പറയും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ട്രിവാൻഡ്രത്താണ്. എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യും? It could be an education institution. Fine. But the principal or the chairman could be from Cochin. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് ആ ഹ്യൂമൻ പാറ്റേൺ അല്ലേ നോക്കേണ്ടത്? I'm not getting you. ആർക്കെങ്കിലും മനസ്സിലായോ? എങ്കിലും എനിക്കൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞു തരൂ. ജോർജ് സാറ് ചെയർമാൻ അല്ലെങ്കിൽ അതിന്റെ ഓണർ നോർത്ത് കേരളയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സൗത്ത് കേരള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബയർ പേഴ്സൺ ലൊക്കേഷൻ ബേസ്ഡ് അല്ലല്ലോ. അതാണ് അതും സർ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. നമ്മളുടെ ഒരു പൊസിഷനിൽ ഒരാളിനെ ഇരുത്തുന്നതും നമ്മളുടെ സ്ഥാപനവും നമ്മളുടെ കസ്റ്റമറും നമ്മളിൽ യാതൊരു, ഞാൻ പറഞ്ഞത് we have a set of prospecting methods, right? We have a set of presentation style, right? We have a set of closing methods, right? We have a set of retention, കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഒരു കസ്റ്റമർ എൻക്വയറി ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ if you can identify this customer pattern similar to existing customerൽ ആരുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എടുത്ത് യൂസ് ചെയ്ത അതേ പ്രോസ്പെക്ടിങ് ടൂൾ ഇവിടെ നടപ്പാക്കുക, അതേ പ്രസന്റേഷൻ ശൈലി ഇവിടെ ഉപയോഗിച്ചാൽ മതി, അതേ ക്ലോസിംഗ് മെത്തേഡ് ഇവിടെ ഉപയോഗിച്ചാൽ മതി, അതേ റിറ്റൻഷൻ മെത്തേഡ്സ് ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഈ കസ്റ്റമർ ഓടി വന്ന് ഇവിടെ ഒട്ടിയിരിക്കും. എവിടെ? ആ സിമിലർ കസ്റ്റമറുടെ അടുത്തേക്ക് ഒട്ടിയിരിക്കും. വ്യക്തിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, പാറ്റേണിനാണ് ഇമ്പോർട്ടൻസ്. അവരെവിടെ ജനിച്ചു വളർന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു അതൊന്നും അല്ല. സഞ്ജയ്. സാർ അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസാണല്ലോ പറയുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവിടെ അധ്യാപനോ അല്ല, അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ആണല്ലോ അവിടുത്തെ കസ്റ്റമേഴ്സ്. അന്നേരം ആ കസ്റ്റമേഴ്സിന്റെ ബയർ പേഴ്സണ അല്ലേ നോക്കണ്ടേ? ഓക്കെ, അതിലേക്ക് ആ ഡിസ്കഷനിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഓക്കെ, ആ ഡിസ്കഷനിലേക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇതിപ്പം കണക്റ്റഡ് ആയിരിക്കുന്നവർക്ക് ഡൈവേഴ്സ്ഡ് ആയിപ്പോ ഡിസ്കഷൻ ഡൈവേഴ്സ്ഡ് ആയിപ്പോ. ഓക്കെ, യെസ്. ഓക്കെ ജോർജ് സാർ, മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? എല്ലാവരും ആ ഒരു പാറ്റേണിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അകത്ത് മറ്റൊരു തോട്ട് നമുക്ക് കൊണ്ടിട്ട് കൊടുക്കണ്ട. ഓക്കെ, ഫൈൻ. നാഗലക്ഷ്മി മാം. അതല്ല, ഇതിലുള്ള അഡ്വക്കേറ്റ് എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്റെ ചില പരിചയമുള്ള ആളുകള് അവര് പോളിസി അതൊക്കെ വേറെ ടോപ്പിക്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാനൊന്നുകൂടെ കേട്ടോട്ടെ. ചില ആളുകള് നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ഞാനിപ്പോ KCB വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ AEമാരൊക്കെ അവര് പ്രോഡക്റ്റ് എടുക്കൂല, പക്ഷെ അവർ നല്ല അഡ്വക്കേറ്റ്സ് ആയിരുന്നു. അവർ മറ്റുള്ളവരോട് പറയും, പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അവർക്കൊരു പോളിസി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ മാഡം ഇനി അങ്ങനെയുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും പോളിസി വിൽക്കാൻ നോക്കരുത്. അവരോട് റെഫറൻസ് മാത്രം ചോദിക്കുക. കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണേ, ജന്മം ചെയ്ത ഇവൻ പ്രൊഡക്റ്റ് എടുക്കത്തില്ല, പക്ഷെ ആദ്യം തൊട്ട് തന്നെ ഇവരെ സ്നേഹത്തിൽ അടുപ്പിച്ച് നിർത്തി റെഫറൻസ് എടുക്കുക. ഇറ്റ്സ് എ പാറ്റേൺ. അതാണ് അവരുടെ പാറ്റേൺ. ക്ലിയർ ആണോ സെബാസ്റ്റ്യൻ സാർ? അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അല്ലെ, റെഫറൻസ് മാത്രം തരുന്നവര്. ഉണ്ട് സാർ, തീർച്ചയായിട്ടും.
ഈ ചോദിച്ച കൃത്യമായിട്ടുള്ള പാറ്റേൺ നമുക്കുണ്ടല്ലോ അല്ലെ? കറക്റ്റ് ആണ്. യെസ്. അപ്പൊ അവരോട് എന്ത് ചെയ്യണം? ഒരിക്കലും പ്രൊഡക്റ്റ് പിച്ച് ചെയ്യരുത്. ജസ്റ്റ് ആസ്ക് ഫോർ റെഫറൻസ്. ക്ലിയർ ആണോ? കിട്ടി? ഗുഡ്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ യു ക്യാൻ ബിൽഡ് യുവർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റും. ഷാക്കിർ, ഈ ഒരു പാറ്റേൺ പറഞ്ഞു തരുന്ന കമ്പനിക്ക് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്രാൻഡിങ് ആയിക്കോട്ടെ, ഇത് വ്യക്തമായി അറിയാവുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ഒരു ക്ലയന്റ് ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമായില്ലേ? വളരെ ഈസി, വളരെ ഈസി. മാത്രമല്ല നമ്മളെ പിക്സൽ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്, അത് ഇതിന് എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് വളരെ ഹെൽപ്ഫുൾ ആവും ചെയ്യും. യെസ്, പറഞ്ഞ് മനസ്സിലായോ? മിക്കപ്പോഴും നമ്മളെ ക്വസ്റ്റ്യനെയറിൽ പോലും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ പലർക്കും ഇതിന്റെ ഉത്തരം അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. പല ഓൺട്രപ്രണേഴ്സിന് ഇത് ഫില്ല് ചെയ്ത് തരാൻ പറ്റിയിട്ടില്ലല്ലോ കറക്റ്റ് ആയിട്ട്. ആണ്, പക്ഷെ എന്നാലും അവിടെയും ഇവിടെയൊക്കെ ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ലൊക്കേഷൻ, ഏജ്, അതൊക്കെ ചിലപ്പം കിട്ടുമായിരിക്കും. കിട്ടും. പക്ഷെ കുറെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് കിട്ടും. ഒരു 1-2 മാസത്തിന്റെ ഉള്ളിൽ നമ്മൾ പറയുന്നതിന്റെ ശേഷം അവർ ചിന്തിച്ചു തുടങ്ങും. അപ്പം ശരിക്കും അതിന്റെ റിസൾട്ട് കൊടുക്കാനും ഒരു 3 മാസം 4 മാസം സമയം എടുത്തു വരും. Doctor Alex, there is a pattern. ഡോക്ടർ അടുത്തേക്ക് വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. തീർച്ചയായിട്ടും സാർ. അത് നമ്മള് ഇത് ഇങ്ങനെ ഒരു ബയർ പെർസോണ എന്നൊരു ടേം ഒന്നും നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് നമുക്ക് അറിയാം. അതിനനുസരിച്ച് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറിന് ഇപ്പം സെയിൽസ്മാനില് മെയിലാണ് കൂടുതൽ വരുന്നതെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പൊതുവെ എൻ്റെ അടുത്തോട്ട് വരുന്ന ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ലേഡീസ് ആണ് ഒരു 80% വരുന്നത്. സോ അതിൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഏജ് ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ ഏജ് കാറ്റഗറി കാര്യങ്ങളും ഒക്കെ വളരെയധികം പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് സാർ. ഇതുപോലെ ഇപ്പം നാഗലക്ഷ്മിയോടും പറഞ്ഞ കേസുകളും ഉണ്ട്. റെഫറൻസുകൾ മാത്രം, അതായത് ഡോക്ടർ നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയും, പക്ഷെ അവരൊരിക്കലും എന്നെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നെ പറ്റി പറയുകയും എന്റെ അടുത്തേക്ക് പേഷ്യൻസിനെ വിടുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അവർക്കൊരു സിമിലാരിറ്റി ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ. ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല, അതിന് ചെയ്യണം സാർ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനും നമ്മളെ സഹായിക്കും. അതുപോലെ ഇത് ഏറ്റവും സഹായകരം എവിടെയാണെന്നറിയോ സന്ദേശേട്ടാ? ഒരു കസ്റ്റമർ കടയിലേക്ക് വന്ന് കയറിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ, ഒരു എൻക്വയറി നമുക്ക് വന്നു കഴിയുമ്പോൾ, അവനോട് 3-4 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ഈ മറ്റൊരു പാറ്റേൺ ഉണ്ട്. എന്താ? എടുക്കാതെ പോയവന്മാരുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ 4 ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ മനസ്സിലായി ഈ പാറ്റേൺ ആരുമായിട്ട് സിമിലറായി? വന്ന് മെനക്കെടുത്തിയിട്ട് പോയവരുമായിട്ട് സിമിലറായി. ഇവൻ എന്തെടുക്കും? പുച്ഛത്തോടു കൂടിയായിരിക്കും ഇവനെ കാണുന്നത്. അറിയാം നീ എന്തിനാ വന്നേന്നുള്ളത് എന്ന രീതിയിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമില്ലാത്ത കസ്റ്റമേഴ്സിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഒതുക്കി നിർത്താനും ഈ ബയർ പേഴ്സോണ സഹായിക്കും. ആഷിമ മാം, ചില എൻക്വയറീസ് സാരിക്ക് വരുമ്പോഴേ അറിയത്തില്ലയോ ഇത് മെനക്കെടുത്താനാണെന്ന്? പൈസ ചോദിച്ചിട്ട് പോകും സാർ. അല്ല, അത് ചോദിച്ചു വരുമ്പോഴേ അറിയത്തില്ലയോ ഇത് വെറുതെയാണെന്ന്? അറിയത്തില്ല. അതുകൊണ്ടാ കച്ചവടം നടക്കാത്തത്. എൻക്വയറി വരുന്നതെല്ലാം കച്ചവടമാവില്ല. കച്ചവടമാകുന്നതിനൊരു പാറ്റേൺ ഉണ്ട്, മെനക്കെടുക്കുന്നതിനൊരു പാറ്റേൺ ഉണ്ട്. ആദ്യത്തെ 4-5 ചോദ്യത്തിൽ കൂടി ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് തീരുമാനിക്കാൻ ഒരു സെയിൽസുകാരന് പറ്റണം. അവനാണ് പ്രൊഡക്റ്റീവ് സെയിൽസുകാരൻ. അവൻ കൂടുതൽ മെനക്കെടുത്തൊന്നുമില്ല. 24 മണിക്കൂറും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തൊന്നുമില്ല. വളരെ ശാന്തമായിരുന്ന് വളരെ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ അവര് റിച്ച് ആയിരിക്കും, അവര് വളരെ സന്തോഷവാന്മാരായിരിക്കും, ഇഷ്ടം പോലെ സെയിൽസ് ഉണ്ടായിരിക്കും. സെയിൽസ്മാൻ ടീമിന്റെ അകത്തേക്ക് സെയിൽ കൊണ്ടുവരാൻ വേണ്ടി
ഞാൻ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ എനിക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ധൃതിയോ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മളുടെ ഡേറ്റാബേസിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ജൂലൈയിൽ ആരൊക്കെ വരും, ഓഗസ്റ്റിൽ ആരൊക്കെ വരും, സെപ്റ്റംബറിൽ ആരൊക്കെ വരും. നമുക്ക് വരാനുള്ളതിന്റെ അല്ലെ നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ടിന് ഇക്വലന്റ് ആയിട്ടുള്ള കസ്റ്റമറെ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട്. അവര് ഈ വരും ദിവസങ്ങളിൽ വന്നോളും. അതിന്റെ പേരാണ് പാറ്റേൺ. അങ്ങനെയുള്ള സെയിൽസുകാര് വെറുതെ കൈയും കാലും ഇട്ട് അടിക്കത്തില്ല. വളരെ സൈലന്റ് ആയിട്ടിരുന്ന് അവർ കാര്യങ്ങൾ നേടും. നിങ്ങൾക്ക് എല്ലാവർക്കും സെയിൽസുകാരുള്ളവരാ, ടീമുള്ളവരാ. പട്ടിയെ പോലെ പണിയെടുക്കുന്ന ചിലവന്മാരുണ്ട്, ഒരു പണിയെടുക്കാത്ത ചിലവന്മാരുണ്ട്. ഒരു പണിയെടുക്കാതെ അവന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ചിലവരും ഉണ്ട്. ഉണ്ടോ? അവർ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തിരിക്കും. ഉണ്ടോ? ഉണ്ടോ? അവർക്ക് ആ പാറ്റേൺ അറിയാം. അവരാവശ്യമില്ലാത്തവരുടെ പുറകിന് നടക്കത്തില്ല. അവർ കളിക്കുന്നത് സ്മാർട്ട് ഗെയിമാണ്. ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. ഈ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് തന്നെയാണ് ഗൂഗിളും ആമസോണും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാ ഫേസ്ബുക്കും വാട്സപ്പും ഗൂഗിളും യൂട്യൂബും ആമസോണും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനികളുടെ ഷെയർ എടുത്തിരിക്കുന്നത്? ഗൂഗിളിന്റെ അകത്ത് ജെഫ് ബസോസിന്, ആമസോണിന്റെ മുതലാളിക്ക് ഷെയർ ഉണ്ട്. ആമസോണിന്റെ അകത്ത് ഫേസ്ബുക്കുകാരന് ഷെയർ ഉണ്ട്. ഫേസ്ബുക്കിന്റെ അകത്ത് വാട്സപ്പുകാരന് ഷെയർ ഉണ്ട്. ഇതെല്ലാം എന്തിനാ കണക്റ്റഡ് ആയിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫേസ്ബുക്കിന്റെ അകത്ത് ജിയോയ്ക്ക് ഷെയർ ഉണ്ട്, ജിയോ മാർട്ടിന്. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും 5%, 10% ബിസിനസ് ഇവർ കൊടുക്കുന്നേ? ഫോർ ദാറ്റ് ഡേറ്റ. ഈ പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നത്. ഗൂഗിളിൽ ഇല്ലാത്ത ഡേറ്റ ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്കിലും ഗൂഗിളിലും കിട്ടാത്ത ഡേറ്റ വാട്സപ്പിലുണ്ട്. ഇത് മൂന്നിനെയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാനൊരു വ്യക്തി, എനിക്ക് വാട്സപ്പാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിളും യൂസ് ചെയ്യുന്നുണ്ട്. ആമസോൺ എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുക. ആമസോണിൽ നിന്ന് ഞാൻ സാധനവും മേടിക്കുന്നുണ്ട്. ഇവര് 4 കമ്പനിയും പാർട്ട്നേഴ്സാണ്. അവരുടെ 4 പേരുടെയും കസ്റ്റമറാണ് ഞാൻ. ഞാൻ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ അത് ആർക്കൊക്കെ കിട്ടുന്നുണ്ട്? വാട്സപ്പിന്റെ മുതലാളിക്ക് കിട്ടുന്നുണ്ട് ഒരു പങ്ക്, ഫേസ്ബുക്കിന്റെ മുതലാളിക്ക് കിട്ടുന്നുണ്ട്, ഗൂഗിളിന്റെ മുതലാളിക്ക് കിട്ടുന്നുണ്ട് ഒരു പങ്ക് എന്നിരിക്കട്ടെ. റൈറ്റ്? ഞാൻ അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ശ്രീലിന് ഒരു മെസ്സേജ് അയക്കുക, ശ്രീലെ എനിക്ക് ഒരു ഷൂ മേടിക്കണമായിരുന്നു, ഏതാ നല്ല ഷൂ? ഫേസ്ബുക്ക് കൈയടിക്കും, വാട്സപ്പ് കൈയടിക്കും, ആമസോണിന് ദാ ഇവനൊരു ഷൂ വേണമെന്ന് കേട്ടോ. അപ്പൊ തന്നെ ആമസോണിന് എന്ത് പറയും? ഗൂഗിളെ, ഇവൻ ഇനി ഗൂഗിളിൽ എവിടെ വന്നാലും ഇവനെ ഷൂ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തന്നെ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ യൂട്യൂബിലേക്ക് പോയി, ഇവൻ എപ്പോഴും യൂട്യൂബ് കാണുന്നവനാ, ഇനി എപ്പോ അവൻ വന്നാലും ഇവനെ ഷൂ കാണിച്ചാൽ മതി. അപ്പൊ തന്നെ ഫേസ്ബുക്ക് പറയും, ഇവൻ ഇന്ന് വൈകിട്ട് 4:30 ഫേസ്ബുക്കിൽ വരും, അപ്പോഴത്തേക്ക് നല്ലൊരു സാധനം റെഡിയാക്കി വെച്ചോ, ഇന്ന് നമ്മൾ ഇവനെ കൊണ്ട് ഷൂ മേടിപ്പിച്ചിരിക്കും ആമസോണിൽ നിന്ന്. ഇതാണ് പാറ്റേൺ. ഇതാണ് ഇവിടെ ഡിജിറ്റലി നടന്നുകൊണ്ടിരിക്കുന്ന സെയിൽസ്. ഇതൊരിക്കലും മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സമത് അടുത്ത മാസം എന്തൊക്കെ മേടിക്കുമെന്ന് സമതിനറിയത്തില്ല, പക്ഷേ ഇവർക്കറിയാം. ഞാൻ ഈ പറഞ്ഞ കോക്കസിനറിയാം സമത് അടുത്ത മാസം എന്തൊക്കെ മേടിക്കുക. സത്യം ആണോ സുഹൃലേ? ടെക്നോളജി അങ്ങനെയാണോ? തീർച്ചയായിട്ടും റീടാർഗറ്റിംഗ് അത്ര സ്ട്രോങ് ആണ്. They know your pattern. സമതിന്റെ
ഓഗസ്റ്റ് മാസം എന്താണ് എന്നുള്ള പാറ്റേൺ അവർക്കറിയാം. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. എന്താ വന്നോണ്ടിരിക്കുകയാണ് ഇതിലേക്ക്. ഇവിടെയുള്ള ഗുണം എന്താ? മാർക്കറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ മുടക്കുന്ന പൈസ വളരെ തുച്ഛമായ പൈസ മാത്രം മതി. കാരണം കാർഡടച്ച് വെടിവെക്കണ്ട, 1000 പേരെ പരസ്യം കാണിക്കണ്ട. നമ്മളുടെ പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ള 50 പേരെ പരസ്യം കാണിച്ചാൽ മതി. അപ്പൊ എന്താ, 950 പേരെ കാണിക്കുന്ന പരസ്യത്തിന്റെ പൈസ ലാഭമാണ്. ഇഫ് യു ഹാവ് യുവർ പാറ്റേൺ. 1000 പേരെ നേരിട്ട് പോയി കണ്ട് പ്രസന്റേഷൻ എടുക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് എത്ര ദിവസം എടുക്കും അല്ലേ? അതേസമയം ഈ 50 പേരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതിയെങ്കിൽ എന്ത് എളുപ്പമാ കാര്യം. ഇവിടെ നടക്കുന്നത് അതാ. ആമസോൺ ചെയ്യുന്നത് ആ 50 പേരെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ 1000 പേരുടെ പുറയില് മനുഷ്യർ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ആമസോൺ അംബാനിയായത്, നമ്മളൊക്കെ ഉംബാനിയായത്. ഡിഫറൻസ് മനസ്സിലായോ? ഇതാണ് റീസൺ. ദേ നോ ദെയർ കസ്റ്റമർ പാറ്റേൺ. വി ഡസൻ. നമുക്കറിയില്ല. ഈ പാറ്റേണിലാണ് ഇന്നത്തെ ലോകം ഇരിക്കുന്നത്. ഈ പാറ്റേൺ കണ്ടുപിടിക്കാനാണ് ഡേറ്റ ഉപയോഗിക്കുന്നത്. ആൻഡ് ഡേറ്റ ഈസ് ദ ന്യൂ ഫ്യൂവൽ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പൊ മനസ്സിലായോ എന്തിനാ ഡേറ്റ എന്ന്? നമ്മളിൽ എത്ര പേര് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന കസ്റ്റമറുടെ ഡേറ്റ, നമ്മൾ പേര് ചോദിക്കും, ഡീറ്റെയിൽസ് ചോദിക്കും, എത്ര പേര് അത് നമ്മളുടെ എക്സലിലേക്ക് മാറ്റുന്നുണ്ട്? ഇല്ല എന്ന് തന്നെ പറയാം. ജ്യോതി ഏട്ടാ ഉണ്ടോ? വെരി ഗുഡ്. എന്തുണ്ട്? എന്തൊക്കെ ഡേറ്റ മേടിക്കാറുണ്ട്? സ്ഥലം, പിന്നെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നു, ഏതൊക്കെ പ്രൊഡക്റ്റ് അവർ മേടിക്കുന്നു റിപ്പീറ്റഡ് ആയിട്ട് എന്നതിന്റെ പാറ്റേൺ ഉണ്ടോ? ഇല്ല. ഏത് മാസം അവർ മേടിക്കുന്നു എന്ന പാറ്റേൺ ഉണ്ടോ? അത് നമ്മുടെ സീസൺ, ആ സീസണിൽ ഏത് സമയത്ത്, അതായത് ഏത് ദിവസങ്ങളിൽ, ഒരു മാസത്തിന്റെ തുടക്കമാണോ മിഡിലാണോ അവസാനമാണോ എന്നുള്ളതുണ്ടോ? ഒരാഴ്ചയിൽ തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ ഏത് ദിവസമാണ് എന്നുണ്ടോ? ആ ദിവസത്തിൽ രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ രാത്രിയാണോ പാതിരാത്രിയാണോ എന്നുണ്ടോ? അവിടെയാണ് മനസ്സിലായോ? എന്റെ ഡെപ്ത് മനസ്സിലാവുന്നോ? ഈ പാറ്റേൺ അവന്റെ കയ്യിലുണ്ട്. ജോർജ് സാർ ഇന്ന് എത്ര മണിക്ക് യൂട്യൂബിൽ കയറും എന്നുള്ളത് അവർക്കറിയാം. സാറിന് അറിയത്തില്ല, പക്ഷെ അവർക്കറിയാം. അവര് റെഡി ആക്കി വെച്ചോണ്ടിരിക്കുക സാറിനെ കാണിക്കാനുള്ള സംഭവം. ഇങ്ങനെയാ കച്ചവടം നടക്കുന്നത്. ഇതാണ് കച്ചവടം. ഒന്നുമില്ല സർ, CRM ഒക്കെ 2000, 1500, 2000 രൂപയ്ക്കുണ്ട്. ഫ്രീ ഉണ്ട് കുറെ. പിന്നെ നമ്മൾ CRM സെറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഫേസ് എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ബിസിനസ് ഒക്കെ ആയി, അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആയി കഴിയുമ്പോൾ ചെയ്യാതെ മതി. പക്ഷെ സത്യത്തിൽ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ വേണ്ട സാധനമാണ് CRM. അത് പോട്ടെ, ഇനിയിപ്പോൾ അത് വേണ്ട. കുറച്ച് പൈസ ആയിട്ടുണ്ടെങ്കിൽ ശ്യാമിനെ പോലെ, ഇപ്പൊ ഇതിൻ്റെ അകത്ത് ശ്യാമുണ്ട്, ശ്യാമിനെ പോലുള്ളവരെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ട്, ശ്യാമെ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഇന്ന ഡേറ്റ ഇന്ന രീതിയിൽ സോർട്ട് ചെയ്ത് കിട്ടണം, എനിക്ക് അതിന് എൻട്രി ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കി തരണം. എക്സലിൽ അവർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. സാറല്ലേ, ശരിക്കും ഇതൊക്കെ എക്സലിലല്ലയോ നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് അതിനൊരു ഫ്രെയിം ഇട്ട് കൊടുക്കുകയല്ലയോ? മാത്രമല്ല ഗൂഗിൾ ഫോം മതി. ഗൂഗിൾ ഫോം തന്നെ കുറെ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ആ സാധനം ആ ഫോർമുല ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? ആ പാറ്റേൺ അതിൻ്റെ അകത്ത് ഇന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ കാറ്റഗറി വന്ന് വീണോണം, ഇന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ കാറ്റഗറി വന്ന് വീഴണം. എന്തെങ്കിലും പാടുള്ള കാര്യമാണോ ജോർജ് സാറേ? ഇടയ്ക്ക് ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ എന്നൊരു സർവീസിന് യഥാർത്ഥത്തിലുണ്ട്. നമ്മുടെ ഇത്രയും ഇപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ ഒരു വർഷത്തെയോ അല്ലെങ്കിൽ 2 വർഷത്തെയോ നമ്മുടെ കയ്യിലുള്ളൊരു ബിൽ ഡേറ്റ, ഒരു കസ്റ്റമർ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ വിഷ്വലൈസ് ചെയ്ത് തരും.
നമുക്ക് ചിത്രങ്ങളെ ഗ്രാഫ് ആക്കി തരും, എവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുക. അത് ഈ സ്കാറ്റേർഡ് ഗ്രാഫൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കൂടുതലും ഈ ഡോട്ടുള്ള സ്ഥലത്താണ് കൂടുതൽ സെയിൽ നടക്കുന്ന ഏരിയ, അല്ലെങ്കിൽ കൂടുതൽ നടക്കുന്ന ടൈം. അങ്ങനെ ഒരു ഡേറ്റ വിഷ്വലൈസ് തരുന്ന സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടൈം അതിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും ഡേറ്റ വിഷ്വലൈസ് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഉണ്ടെന്ന് ഒരു കാര്യം ആദ്യം നമ്മുടെ ഈ ഡേറ്റ വേണം. അത് മിനിമം ഒരു നമ്മുടെ ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ജ്യോതിരത്ന സാർ എൻട്രി ചെയ്ത് വെക്കുന്നു പറഞ്ഞു, ഉള്ള ഡേറ്റ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചുള്ള ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് ഗ്രാഫ് ആക്കി തരുന്ന, വിഷ്വലൈസ് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഈസിയാണ് ഈ പറയുന്ന കാര്യം. അടുത്ത തുടർച്ചയ്ക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളത് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റും. കറക്റ്റ്. സെയിൽസ്മാൻ ടീമിന്റെ അകത്ത് അല്ലെങ്കിൽ സെയിൽസ്മാനിൽ ഞാൻ ഒറ്റ ജോലിയെ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നവരുടെ വേറൊരു കാര്യം അറിയോ, ഈ 4:30 വരുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്കൊരു എൻക്വയറി വരുമ്പോൾ 4:30 മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് സ്പെസിഫൈ ചെയ്ത് നമ്മൾ സംസാരിക്കും നിങ്ങളുടെ സിമിലർ പാറ്റേൺ ഉള്ള കസ്റ്റമറുടെ അടുത്ത്. 7:30 വരുന്ന ചില മടിയന്മാരുണ്ട്, അവരുടെ അടുത്ത് അവന്റെ മടിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സാറിന് വെളുപ്പിനെ എഴുന്നേക്കാൻ മടിയാണെന്ന് അറിയാം, അതുകൊണ്ട് സാർ 7:00 എഴുന്നേറ്റ് വന്നാൽ മതി. ഇറ്റ്സ് എ പാറ്റേൺ. അവനങ്ങ് ഇഷ്ടപ്പെടും. കൊള്ളാമോ ഇത് സാധനം, 7:00 എണ്ണീറ്റ അവന്റെ പാറ്റേൺ ആകുന്നത്. അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പ്രസന്റേഷൻ എടുക്കും. ജോർജ് സാർ ചോദിച്ച ചോദ്യം, സർ ഒരു ഓഡിയൻസിനും ഒരു ഇൻഡിവിജ്വലിനും ഒരു പാറ്റേൺ ഉണ്ട്. സാറ് ഒരു വ്യക്തിയെ കാണാൻ പോവാണ് എന്നിരിക്കട്ടെ, സാറിന് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്. യു ക്യാൻ സെർച്ച് അബൌട്ട് ഹിം ഇൻ ഹിസ് സോഷ്യൽ മീഡിയ, ഇൻ ലിങ്ക്ഡിൻ, ഇൻ ഹിസ് പേഴ്സണൽ സർക്കിൾ. സാറിനും അവർക്കും ചില മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ വിളിച്ചിട്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് തിരക്കാം. റൈറ്റ്? തിരക്കി കഴിയുമ്പോൾ ആ മീറ്റിങ്ങിന് മുന്നേ തന്നെ സാറിന് ആ വ്യക്തിയെ കുറിച്ചിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റും, ഒരു പേഴ്സോണ കണ്ടുപിടിക്കാൻ പറ്റും. സാറ് റെഡി ആയിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത് തന്നെ ആ പാറ്റേൺ വെച്ചിട്ടായിരിക്കും. അതായത് ചെന്ന് ഇരുന്ന് 4 ചോദ്യം ചോദിച്ചിട്ട് പാറ്റേൺ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല, ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. സാർ ഇപ്പൊ ചോദിച്ചില്ലേ, മലപ്പുറത്തു നിന്ന് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ എവിടുന്ന് ആയിക്കോട്ടെ അവരുടെ പാറ്റേൺ വെച്ചിട്ട്. അപ്പം മലപ്പുറത്തുള്ള ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മളുടെ പ്രസന്റേഷൻ ഈ പ്രിൻസിപ്പാളിന്റെ അടുത്ത് നമ്മൾ എടുക്കുന്നത്. കാരണം അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു തിരുവനന്തപുരത്താണെങ്കിലും, ഈ സ്ഥാപനം തിരുവനന്തപുരത്താണെങ്കിലും ഇതിന്റെ ഡിസിഷൻ മേക്കർ മലപ്പുറംകാരനാണ്. അതുകൊണ്ട് തിരുവനന്തപുരംകാരനോട് എടുക്കേണ്ട പ്രസന്റേഷൻ അല്ല ഇയാളുടെ അടുത്ത് ഞാൻ എടുക്കേണ്ടത് എന്ന് ആ ഇൻഡിവിജ്വലിനെ മുന്നേ പഠിക്കാം. നാഗലക്ഷ്മി മാം, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെ പോലുള്ള ഇൻഷുറൻസ് ഏജൻസിന്. കാരണം ഒരാളെ കിട്ടിയാൽ മതി, ചരിത്രം വഴിമാറും അല്ലേ? ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി. ആ ഒരെണ്ണത്തിന്റെ അടുത്ത് ചാൻസ് എടുക്കരുത്, റിസ്ക് എടുക്കരുത്. കാരണം സെയിൽസിൽ ദർ ഈസ് നോ സെക്കൻഡ് ടേക്ക്. രണ്ടാമതൊരവസരം സെയിൽസിലില്ല. ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ക്ലിയർ ആക്കിക്കോണം. അതുകൊണ്ട് ആ ഫസ്റ്റ് ടേക്ക് എടുക്കുന്നതിന് മുന്നേ തന്നെ അവരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്തൊക്കെ അറിയണം? ഞാൻ ചില സാമ്പിൾസ്, ഞാൻ ഇന്ന് ഈ സ്ലൈഡ് നിങ്ങൾക്ക് അയച്ചു തരാം, കുത്തിയിരുന്ന് എഴുതിയെടുക്കണ്ട. പക്ഷെ എന്തൊക്കെ വെച്ചിട്ടാണ് നമുക്കൊരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ, നിങ്ങൾക്കൊരു എൻക്വയറി വരുമ്പോൾ, നിങ്ങളുടെ സിസ്റ്റം ഇപ്പോൾ നമുക്ക് നമ്മളായിട്ടിരുന്ന് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ ഓരോ എൻക്വയറിയുടെയും ഏജ് അറിയണം, അവരുടെ ജെൻഡർ അറിയണം, അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസ് അറിയണം, അവരുടെ എഡ്യൂക്കേഷൻ അറിയണം, അവർ വരുന്ന ലൊക്കേഷൻ അത് അർബൻ ആണോ റൂറൽ ആണോ ഏത് ഏരിയയിൽ നിന്നാണെന്ന് അറിയണം, അവരുടെ റിലീജിയൻ അറിയണം, അവർ ഫോളോ ചെയ്യുന്ന എത്തിക്സ് അറിയണം, അവർക്ക് എത്ര മക്കളുണ്ടെന്ന് അറിയണം, അവര് മക്കളുടെ കൂടെ ആണോ താമസിക്കുന്നതെന്ന് അറിയണം, ആ മക്കളുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് പേരൻസ് ഉണ്ടോ, പ്രായം ചെന്ന പേരൻസ് ഉണ്ടോ, ഇതൊക്കെ
നിങ്ങളുടെ ബിസിനസിനെ ബേസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് ഏതൊക്കെ നിങ്ങൾക്ക് വേണം എന്ന് നോക്കാൻ. എല്ലാം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. എല്ലാം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആപ്ലിക്കബിൾ അതിന്റെ ഡേറ്റ നിങ്ങൾക്ക് വേണം. അതിന് ഞാൻ മുഴുവൻ പേഴ്സണായും ആഡ് ചെയ്തിരിക്കുകയാണ്. ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമുള്ളത് മാത്രം കസ്റ്റമറോട് ചോദിക്കുക, അത് മാത്രം നിങ്ങൾ സൂക്ഷിക്കുക. ബബ്ലു സാറിന് വേണ്ട ഡേറ്റ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിൽക്കുന്നവരുടെ ഡേറ്റ അല്ല ശ്രീലിന് വേണ്ട ഡേറ്റ. ഇതേ ഡേറ്റ അല്ല അജീഷിന് വേണ്ടത്, ആ ഡേറ്റ അല്ല ഡോക്ടർ അലക്സിന് വേണ്ടത്. ഞാനൊരു ലിസ്റ്റ് അങ്ങോട്ട് ഇടുകയാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇവരുടെ ഇൻകം, ഒരു വർഷത്തെ ഇൻകം എത്രയാണ്, ഇവരെന്ത് ജോലി ചെയ്യുന്നു, ഇവർ സെൽഫ് എംപ്ലോയിഡ് ആണോ, ആണെങ്കിൽ ഏത് കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുന്നു, ആ കമ്പനി എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ്, ഇവരെന്താണ് അവസാനമായിട്ട് വെക്കേഷന് പോയത്, ഇവരുടെ അടുത്ത് താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇവര് ഏത് കടയിൽ നിന്നാണ് ഗ്രോസറി മേടിക്കുന്നത്, ഇവരെന്ത് തരം ക്ലോത്തുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണ് ക്ലോത്തിങ്കിൽ. അതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ? ഡിപ്പെൻഡിങ് ഓൺ യുവർ നീഡ് യു ഹാവ് ടു ടേക്ക് ക്വസ്റ്റ്യൻസ്. എന്ത് കാറാണ് ഇവർ ഉപയോഗിക്കുന്നത്, എത്ര നാളായിട്ടുണ്ട് ഇവർക്ക് ഈ കാർ, ഇവർ ഏതൊക്കെ പള്ളിയിലും അമ്പലത്തിലും പോകുന്നുണ്ട്, ഏതൊക്കെ ക്ലബിൽ ഇവർ മെമ്പേഴ്സ് ആണ്, ഇവരെന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഇവർ ഏതൊക്കെ രീതിയിൽ ആളുകളെ സഹായിക്കുന്നുണ്ട്, ഇവരുടെ ഡേറ്റ എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റും, ഇവരെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ബ്ലോഗ് വന്നിട്ടുണ്ടോ, ബുക്കിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ഇവരെ കുറിച്ച് ഓൺലൈനിലോ പ്രിന്റിലോ എന്തെങ്കിലും ഒക്കെ പബ്ലിക്കായിട്ട് വന്നിട്ടുണ്ടോ, ഇവരെ ഇതുവരെ ടി വിയിൽ കാണിച്ചിട്ടുണ്ടോ, ടി വിയിൽ ഇവരെ ഏതൊക്കെയാണ്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഷോസ് ഏതൊക്കെയാണ്. എന്ത് ഡെപ്താന്ന് ആലോചിച്ച്. ഇതെല്ലാം ഗൂഗിളിന്റെ കയ്യിലില്ലേ നമ്മളെ സംബന്ധിച്ച്. അവൻ പിന്നെ ലോകത്ത് വലിയ കമ്പനി ആകുന്നതിൽ തെറ്റുണ്ടോ? എന്താണ് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാവും. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കുറിച്ചുണ്ടെങ്കിൽ അവൻ എന്താ ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കാൻ എന്തെങ്കിലും റോക്കറ്റ് സയൻസിന്റെ ആവശ്യമുണ്ടോ? ഇവരെന്താ ചെയ്തതെന്നൊന്ന് ആലോചിച്ചേ. ഫേസ്ബുക്കിനും യൂട്യൂബിനും വാട്സപ്പിനും ഡേറ്റയുണ്ട്. ഗൂഗിളിനും ഫേസ്ബുക്കിനും വാട്സപ്പിനും യൂട്യൂബിനും ഡേറ്റയുണ്ട്. ആമസോണിന്റെ ഈ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതും ഇതോടെ കണക്ട് ആയി ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായി. ഇന്ത്യൻ മാർക്കറ്റിൽ വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫേസ്ബുക്കിനെ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ആരുപയോഗിച്ചു? ജിയോ മാർട്ട്. ഇവർ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പായി 10% ഷെയർ കൊടുത്തിട്ട്, ഇവന്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഇവന്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റയാണ് ഇവന്റെ കയ്യിലുള്ളത്. അവൻ എത്ര മക്കളുണ്ട്, എത്ര വയസ്സുണ്ട്, ഏത് കാറുണ്ട്, അവൻ എന്തൊക്കെ പ്രൊഡക്റ്റ് മേടിക്കാറുണ്ട്, ഏത് ഹോട്ടലിൽ നിന്ന് ആ ഫുഡ് കഴിക്കുന്നത്, എന്തൊക്കെ ഫുഡാണ് ഇവൻ കഴിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ഇവൻ കഴിക്കാറുള്ളത്, ഇവൻ ഏതൊക്കെ ഗസ്റ്റ് വരുന്നുണ്ട്, ഇവന്റെ അയലത്ത് ആരൊക്കെയാണുള്ളത്. ഇത്രയും ഡേറ്റ ഉള്ളപ്പോ ഇവിടെ പ്രൊഡക്റ്റും ഉണ്ട്. ഇത് നമ്മൾ കണക്ട് ആവാതെ ഇത് വിൽക്കാൻ പറ്റില്ല. വിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണക്കാർ ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നെന്ന് പറയുമ്പോൾ ഞാൻ ചീത്ത വിളിക്കുന്നതിന്റെ റീസൺ ഇതുകൊണ്ടാണ്. എടാ, ഡേറ്റ ഇല്ലാതെ എന്ത് പുല്ലിട്ട് വിൽക്കാനായി, എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? യു നീഡ് ദിസ് ഡേറ്റ. ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങളുടെ ഇ കൊമേഴ്സ് ബിസിനസ് സക്സസ് ആവും. ഈ ഡേറ്റ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കുന്തവും വിൽക്കാൻ പറ്റത്തില്ലെന്ന് ഇനിയുള്ള കാലത്ത്. കാരണം എവരിത്തിങ് ഈസ് ഓൺലൈൻ. ഇനി കടയൊന്നും തുറക്കാൻ പോകുന്നില്ല. ഇനി ഷോപ്പിങ്ങിനൊന്നും ആളുകൾ പുറത്തിറങ്ങത്തില്ല. വീട്ടുപടിക്ക് കൊണ്ട് കൊടുക്കണം സർവീസ്. അങ്ങനെ കച്ചവടം നടക്കണമെങ്കിൽ യു നീഡ് ടു ഫൈൻഡ് യുവർ പാറ്റേൺ. Customer onboarding is very important. Sure, sir, please. For example, ഞാനൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ക്ലയന്റിന് ചെയ്തായിരുന്നു. സൗണ്ടിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആണോ? ആ,
പറഞ്ഞു കേൾക്കുന്നുണ്ട്, എന്നാലും വളരെ സൗണ്ട് ലോ ആണ്. പറഞ്ഞു കേസ് പറഞ്ഞു. കസ്റ്റമറിന് വേണ്ടി ഒരു ഇ-കൊമേഴ്സ് പാറ്റേൺ ചെയ്തു, അല്ല വെബ്സൈറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ളതിന് വേണ്ടി അവർ ചെയ്തു. അവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് മാത്രം ആദ്യം നോക്കുന്നു, പിന്നെ ലേറ്റ് ഔട്ട്സൈഡേഴ്സ് നോക്കുന്നുണ്ടോ, സോ ദാറ്റ് അവർക്ക് ആ സ്പെക്സിന്റെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ കാണിക്കാൻ പറ്റും, അവരുടെ വീട്ടിൽ എത്തിക്കാൻ പറ്റും. അതായിരുന്നു അവരുടെ ഫോക്കസ്. അവർക്ക് ഓൾമോസ്റ്റ് 10,000 20,000 മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, പല ഷോപ്സ് ഉണ്ട്. ആ ഷോപ്സിനെ കണക്ട് ചെയ്യും. സർ, ഞാൻ നമ്മുടെ കസ്റ്റമർ ഡേറ്റ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാം. അപ്പൊ അവിടെ ആന്റണി സാറ് അടുത്ത 7:30 ബാച്ചിലാണ് സാർ ഉള്ളത്. എന്തായാലും ഇത് ഞാൻ അവിടെ എക്സാമ്പിൾ പറയാം, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യും. പവിഴത്തിന് 12,000 റീറ്റെയിൽ ഔട്ട്ലെറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ 12,000-ൽ കൃത്യം പറഞ്ഞാൽ 5,886 കസ്റ്റമേഴ്സ് ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസവും ഓർഡർ തരുന്നവർ. 7 ദിവസവും, 6 അല്ല 7 ദിവസവും ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഇത്ര പേരുണ്ട്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഇത്ര പേരുണ്ട്. ആഴ്ചയിൽ 1 ദിവസം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഇത്ര പേരുണ്ട്. മാസത്തിൽ 1 ദിവസം മാത്രം ഓർഡർ ചെയ്യുന്ന ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത്ര ലക്ഷം രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്ന ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത്ര 1000 രൂപയ്ക്ക് മാത്രം ഓർഡർ ചെയ്യുന്ന ഇത്ര കസ്റ്റമേഴ്സ് ഉണ്ട്. പൗഴത്തിനൊക്കെ എങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽ കിട്ടുന്നതെന്ന് മനസ്സിലായോ? വിത്ത് ദിസ് ഡേറ്റ. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. പറ്റും, തട്ടിയും മുട്ടിയും പോവാം. ആ മാസത്തെ കാര്യം എങ്ങനെങ്കിലും റോള് ചെയ്ത് പോകാം. ഏതവന്റെ കയ്യിൽ ഡേറ്റ ഇല്ലയോ അവരെല്ലാം റോളിംഗ് ബിസിനസ്സിലാണ്. ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത് നിൽക്കുന്ന പരിപാടിയാണ്. You have to find answer for this question. Relevant question. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രം. ഇതെങ്ങനെ എടുക്കാൻ പറ്റും? Ask them directly. നേരിട്ട് ചോദിക്കണം. നാഗലക്ഷ്മി മാം, ഒരു പോളിസി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ചെല്ലുന്നത് പേയ്മെന്റിന്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കേണ്ടത് ഒരു ഗൂഗിൾ ഫോം അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് സർ പ്ലീസ് ഇതൊന്ന് ഫില്ല് ചെയ്തേക്കണേ. ഇതവിടെ പോയി കിടന്നോളൂ. ഇതിലുണ്ട് ഡേറ്റ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും അതിൽ ചോദിച്ചിരിക്കണം. ഇതിന് പറയുന്ന പേരാണ് കസ്റ്റമർ ഓൺ ബോർഡിങ്. ഇന്ന് തുടങ്ങിക്കോണം. ഇതിലിരിക്കുന്ന ഓരോ ബിസിനസ്സുകാർക്കും ഈ ടേം ഉപയോഗിച്ചോണം. സർ, നമുക്ക് ഇനി ഒരു പ്രോസസ് ഉണ്ട്, കസ്റ്റമർ ഓൺ ബോർഡിങ് പ്രോസസ്. അതെന്താ സംഭവം? സർ, നമ്മളിലേക്ക് ഇപ്പൊ നമ്മള് ഇനി ഈ സർവീസ് നമ്മൾ തരാൻ പോവാണ്. അപ്പം അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ സാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഇത് സാറിന്റെ ഫോമാണ്. ഇത് ഫില്ല് ചെയ്തിട്ട് വേണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പൊ എന്താ ഇനി അടുത്ത ഞാൻ ചെയ്യേണ്ടത്? ഓൺ ബോർഡിംഗ് ആണ്. സാർ അത് ഫില്ല് ചെയ്തിട്ട് പോകാം. സിമ്പിളാണ്. എന്തിനാ വന്നേ ലുലു മാളിൽ ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷം 8 പേരാ ഇരിക്കുന്ന ലാപ്ടോപ്പുമായിട്ട് അവിടെ ചെല്ലുന്നവരുടെ ഡേറ്റ എടുക്കാൻ. എന്നിട്ട് പറച്ചിലെന്താ? ഗവൺമെന്റ് പറഞ്ഞതാണ്. അത് അടിച്ചു കയറ്റുന്ന എവിടെയാണെന്ന് അറിയോ? ഞാൻ അതിന്റെ പുറകെ മാറി എന്ന് കണ്ടതാ. ലുലു CRM അതിന്റെ അകത്തേക്ക് അടിച്ച് അവര് നമ്മളുടെ മുഖത്ത് നോക്കിയിരുന്നോണ്ടാ ടൈപ്പ് ചെയ്യുന്നത്. ഡേറ്റയാണ്. അതേ സാധനം ശ്രീലിനോട് ഗവൺമെന്റ് ചെയ്യാൻ പറഞ്ഞു. ശ്രീലിൽ അപ്പൊ ചെയ്തത് ഒരു മാങ്ങാത്തൊലി ബുക്ക് എടുത്ത് അവിടെ വെച്ചിട്ട്, മനുഷ്യൻ കണ്ടാ തിരിഞ്ഞു നോക്കാത്ത ഒരു പേനായി അവിടെ വെച്ചിട്ട്, അതേ ഹെൽത്തി നാള് വരും അവരെ കാണിക്കാനാണ് സാറേ ഒന്ന് എഴുതിയേക്കണം. അതിൻ്റെ അകത്ത് 10 പേര് വരുമ്പോ ഒരുത്തനോട് പറയും എഴുതണേ. അതാണ് നമ്മുടെ ഡേറ്റ കളക്ഷൻ. അതാണ് ലുലുവും ഈ പറയുന്ന ബ്രാൻഡുകളും നമ്മളും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ്. അവർക്ക് ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് അറിയാം, നമുക്കത് അറിയില്ല. നിങ്ങളിലേക്ക് വരുന്ന ഓരോ എൻക്വയറിയും 20-60-20 റൂളിലാണ്. 20% ഈസ് റെഡി ടു ബൈ നൗ.
60% will buy later. And there is another 20% that will never buy from you. 20% പേര് ഇപ്പം മേടിക്കും. 60% പേര് ഞാൻ മേടിക്കാം, പക്ഷെ അവര് മേടിച്ചിരിക്കും ഫ്യൂച്ചറിൽ. 20% പേര് ഒരിക്കലും നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ആ പ്രൊഡക്റ്റ് മേടിക്കില്ല. ഈ പാറ്റേൺ ഉണ്ടെങ്കിൽ മാത്രമേ, ഈ ബയർ പേഴ്സോണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഇതിൽ ആരൊക്കെ ഈസി കസ്റ്റമർ ആണ്, ലേറ്റ് കസ്റ്റമർ ആണ്, നെവർ കസ്റ്റമർ ആണ് എന്നറിയാൻ പറ്റും. ഈ പാറ്റേൺ അറിയാമെങ്കിൽ ഈ 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് എൻക്വയറീസിനെ മാറ്റാൻ പറ്റും. ഇങ്ങനെ മാറ്റാൻ പറ്റിയാൽ ഈസി കസ്റ്റമേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം, ലേറ്റർ കസ്റ്റമർക്ക് സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാം, നെവർ കസ്റ്റമറിനെ ചവിട്ടി പുറത്താക്കാം. And without finding your buyer persona, you can never be consistent in your sales. Thank you.